ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് 9th, 10th ആൻഡ് 11th ഫെബ്രുവരിയിൽ നടന്ന എക്സാംസിൻ്റെ വീഡിയോസിനെ ചേർത്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടതാണ് ഇത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ MTS എക്സാമിന് മാത്രമല്ല, അപ്കമിങ് ആയിട്ടുള്ള GD എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് ഒരുപാട് സിമിലർ ക്വസ്റ്റ്യൻസ് MTSനും GDക്കും വരാറുണ്ട്. സോ നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. റാവത്ത് ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് റാവത്ത് ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിലാണ് റാവത്ത് ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ. എവിടെയാണ്? രാജസ്ഥാനിലാണ്. നമുക്ക് ഓർത്ത് വയ്ക്കാം, റാവത്ത് ബട്ടയും ആറാണ്, അതുപോലെ ഏതാണ് രാജസ്ഥാന്റെയും ആറാണ്. അപ്പോൾ റാവത്ത് ബട്ട എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, റാവത്ത് ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1973. എപ്പോഴാണ്? 1973ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാനഡ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാനഡയാണ് റാവത്ത് ബട്ട രാജസ്ഥാനിൽ 1973ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് കൺട്രിയാണ്? കാനഡ. ഏത് കൺട്രിയാണ്? കാനഡ. കാനഡയുടെ ഹെൽപ്പോട് കൂടിയാണ് റാവത്ത് ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ രാജസ്ഥാനിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് കൂടൻകുളം ആൻഡ് കൽപ്പക്കം ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എവിടെയാണ് വരുന്നത്? കൂടൻകുളം ആൻഡ് കൽപ്പക്കം തമിഴ്നാട്ടിലാണ്. ഓക്കെ, കെ രണ്ടും സെയിം പോലെയാണ്. കൂടൻകുളം ആൻഡ് കൽപ്പക്കം എവിടെയാണ് വരുന്നത്? തമിഴ്നാട്ടിലാണ്. കൂടൻകുളം ആൻഡ് കൽപ്പക്കം ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ. മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഈസ് എ പ്രോജക്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ഏത് കൺട്രി ആയിട്ടാണ്? ഇന്ത്യയും നേപ്പാളും. ഇന്ത്യയും ഏത് കൺട്രിയാണ്? ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഒരു ജോയിന്റ് പ്രോജക്റ്റ് ആണ് ഇത്, മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ. ഓക്കെ, പെട്രോളിയം പൈപ്പ് ലൈൻ ഏതാണ്? മോത്തി ഹാരി അംലേഖ് ഗുഞ്ച്. ഏതാണ്? ഇന്ത്യയും നേപ്പാളും കൂടെ ഉള്ള ഒരു ജോയിന്റ് പ്രോജക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് ബൈ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയും നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള KP ശർമ്മ ഓലി. ആരാണ് അപ്പോൾ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ? ഇറ്റ്സ് KP ശർമ്മ ഓലിയാണ്. അപ്പോൾ ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നരേന്ദ്രമോദിയും അതുപോലെ തന്നെ KP ശർമ്മ ഓലിയും കൂടെ ചേർന്നിട്ടാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ക്രോസ് ബോർഡർ പെട്രോളിയം പ്രോഡക്റ്റ് പൈപ്പ് ലൈൻ ആണ്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ക്രോസ് ബോർഡർ പെട്രോളിയം പ്രോഡക്റ്റ് പൈപ്പ് ലൈൻ ആണ് ഏത്? മോത്തി ഹാരി. ഏത്? മോത്തി ഹാരി അംലേഖ് ഗുഞ്ച്. ഏതാണ്? മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ക്രോസ് ബോർഡർ പെട്രോളിയം പ്രോഡക്റ്റ് പൈപ്പ് ലൈൻ ആണ്. ഇനാഗുറേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള KP ശർമ്മ ഓലിയുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ലൊക്കേറ്റഡ്? കൊടൈക്കനാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയാണ്? തമിഴ്നാടുവിലാണ്. തമിഴ്നാടുവിലാണ് ഏത്? കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1899. 1899ലാണ് കൊടൈക്കനാലിലെ സോളാർ ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1899ലാണ്. കൊടൈക്കനാൽ എവിടെയാണ്? തമിഴ്നാടുവിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ഡോക്യാർഡ്. എവിടെയാണ്? എവിഡൻസ് ഓഫ് ഡോക്യാർഡ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഏത് പ്ലേസിലാണ് ഡോക്യാർഡിന്റെ എവിഡൻസ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമ്മൾ കാണുന്നത്? ഇറ്റ്സ് ഇൻ ലോതലാണ്. എവിടെയാണ് ഡോക്യാർഡ് കാണപ്പെടുന്നത്? എവിടെയാണ്? ലോതലാണ്. നമുക്ക് ഡോക്യാർഡിന്റെ എവിഡൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ലോത്തലിൽ നിന്നാണ്. ഓക്കെ, ലോതലിൽ നിന്നാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ്സ് അക്കൗണ്ട്സ് ഫോർ ഓവർ 90% ഓഫ് ഇന്ത്യസ് ഡയമണ്ട് റിസർവ്സ് ആൻഡ് പ്രൊഡക്ഷൻ? ഓക്കെ, ഇന്ത്യയുടെ ഡയമണ്ട് റിസർവ്സും അതുപോലെ പ്രൊഡക്ഷൻ്റെയും 90%ഉം ഏത് സ്റ്റേറ്റ് ആണ് അക്കൗണ്ടബിൾ? ഏത് സ്റ്റേറ്റിനാണ് 90% ഓഫ് ഇന്ത്യയുടെ ഡയമണ്ട് റിസർവ്സും പ്രൊഡക്ഷനും വരുന്നത്? എവിടെയാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, മധ്യപ്രദേശിലാണ് ഡയമണ്ട് പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ 90% ഡയമണ്ട് പ്രൊഡക്ഷൻ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെഡൽസ് വൺ ബൈ ഇന്ത്യ ഇൻ 1951 ഏഷ്യൻ ഗെയിംസ്? ഓക്കെ, അപ്പം 1951 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ടോട്ടലി എത്ര മെഡൽസ് ആണ് ഇന്ത്യ വൺ ചെയ്തത്? ഇറ്റ് വാസ് 51 മെഡൽസ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് 1951 തന്നെ നമുക്ക് ചോദ്യമായിട്ട് വന്നത്? ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ന്യൂഡൽഹിയിലാണ് എവിടെ? 1951 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ എത്ര മെഡൽസ് ആണ്? 51 മെഡൽസ് ആണ് ഇന്ത്യ വൺ ചെയ്തത്. എത്രയാണ്? 51 മെഡൽസ് ആണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ന്യൂഡൽഹിയിൽ
വേറൊരു 1982 ഏഷ്യൻ ഗെയിംസും എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, 1982 എവിടെയാണ്? 1982 ഏഷ്യൻ ഗെയിംസും ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അതിൽ നമുക്ക് എത്ര മെഡൽസ് ആണ് ഇന്ത്യ വൺ ചെയ്തത്? ഇറ്റ്സ് 57 മെഡൽസ്. ഓക്കെ, അതിൽ നമ്മൾ 57 മെഡൽസ് ആണ് നമ്മൾ ഇന്ത്യ വൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1951 ഏഷ്യൻ ഗെയിംസിൽ 51 മെഡൽസും 1982 ഏഷ്യൻ ഗെയിംസിൽ 57 മെഡൽസുമാണ്. ഇത് രണ്ടും നടന്നത് എവിടെയാണ്? ഇത് രണ്ടും നടന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫോട്ടോട്രോപ്പിസം? ഫോട്ടോട്രോപ്പിസം എന്താണ്? നമ്മുടെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ടുവേർഡ്സ് ലൈറ്റ് ആണ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചിലത് എന്താ ടുവേർഡ്സ് അല്ല, എവേ ഫ്രം ദ ലൈറ്റ് ആയിരിക്കും. ഓക്കെ, എവേ ഫ്രം ദ ലൈറ്റ് ആണ് ആ പ്ലാന്റിന്റെ ഗ്രോത്ത് എങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോട്ടോട്രോപ്പിസം എന്താണ്? ഇറ്റ്സ് എ ഗ്രോത്ത് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ലൈറ്റ്. ഓക്കെ, ടുവേർഡ്സ് ഓർ എവേ. അതിൽ ടിപ്പിക്കലി എപ്പോഴും എന്താണ് നമുക്ക് പ്ലാന്റ്സ് എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ ലൈറ്റ് ആണ് പ്ലാന്റ്സ് ടുവേർഡ്സ് ദ ലൈറ്റ് ആണ് പ്ലാന്റ്സ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ടുവേർഡ്സ് ദ ലൈറ്റ് ആണ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് റെസ്പോൺസ് വരുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം. How many seats are reserved for scheduled caste? Okay, how many seats are reserved for scheduled caste in Lok Sabha ആണ്. scheduled caste ന് എത്ര സീറ്റ്സ് ആണ് റിസർവ്ഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് 84 സീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് 84 സീറ്റ്സ് ആണ് ലോക്സഭയിൽ റിസർവ് ചെയ്തേക്കുന്നത്. എത്രയാണ്? 84. ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വരുമ്പോഴോ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് 47 ആണ്. ഓക്കെ, എത്രയാണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സിന് 47 സീറ്റ്സ് ആണ് ലോക്സഭയിൽ നമ്മൾ റിസർവ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഓഫ് 131 സീറ്റ്സ് ആണ് നമുക്ക് ലോക്സഭയിൽ റിസർവേഷൻ വരുന്നത്. ഓക്കെ, ടോട്ടൽ ഓഫ് 131 സീറ്റ്സ് എവിടെയാണ്? ലോക്സഭയിലാണ്. ഓക്കെ, ലോക്സഭയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കളക്ഷൻ ഓഫ് പോയംസ് ബൈ ടാഗോർ വൺ ഹിം ദ നൊബേൽ പ്രൈസ്? ഓക്കെ, നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ ആണ് the first Indian to receive a Nobel Prize in Literature. Okay, first Indian to receive a Nobel Prize in Literature ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പോൾ പുള്ളിക്ക് ഏത് കളക്ഷൻ ഓഫ് പോയംസിനാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്? ഗീതാഞ്ജലിക്കാണ്. ഓക്കെ, അത് നമുക്കറിയാം, ഗീതാഞ്ജലി. ഓക്കെ, ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഏതിനാണ്? ഗീതാഞ്ജലിക്കാണ്. ആൻഡ് ഗീതാഞ്ജലി 1912 പബ്ലിഷ് ചെയ്യുന്നത്. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് എന്താണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്? 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതേത് കളക്ഷൻ ഓഫ് പോയിംസിനാണ്? ഗീതാഞ്ജലിക്കാണ്. ഓക്കെ, ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ആൻഡ് ഗീതാഞ്ജലി കണ്ടെയ്ൻസ് 103 പോയിംസ്. എത്ര പോയിംസ് ആണ് ഗീതാഞ്ജലിയിലുള്ളത്? 103 പോയിംസ്. എത്ര പോയിംസ് ഉണ്ട്? 103 പോയിംസ്. അപ്പോൾ ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ നൊബേൽ ലോറേറ്റ്. ഓക്കെ, നൊബേൽ ലോറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് നൊബേൽ പ്രൈസ് കിട്ടിയ ആളിനെയാണ് നമ്മൾ നൊബേൽ ലോറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫേമസ് ഗേറ്റ് വേ ദാഖി ദർവാസ ഇസ് ലൊക്കേറ്റഡ്. എവിടെയാണ് ദാഖി ദർവാസ ലൊക്കേറ്റ് ചെയ്യുന്നത്? ദാഖി ദർവാസ ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ മാൽഡ ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ. എവിടെയാണ് ദ ഫേമസ് ഗേറ്റ് വേ ആയിട്ടുള്ള ദാഖി ദർവാസ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മാൽഡ ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ മാൽഡ ഡിസ്ട്രിക്ട്. ഓക്കെ, മാൽഡ ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാളിലാണ് ദാഖി ദർവാസ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ECHO? എന്താണ്? എക്കോ കാർഡിയോഗ്രഫിയാണ്. എക്കോ കാർഡിയോഗ്രഫിയാണ് ECHO. ആൻഡ് ECHO എന്താണ്? ECHO സ്റ്റാൻഡ്സ് ഫോർ എക്കോ കാർഡിയോഗ്രഫി. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് 2D or 3D ഹാർട്ടിൻ്റെ പിക്ചേഴ്സ്. ഓക്കെ, ഹാർട്ടിൻ്റെ പിക്ചേഴ്സ് എടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? എക്കോ എന്ന് വെച്ചാൽ എക്കോ കാർഡിയോഗ്രഫി. ആൻഡ് എക്കോ കാർഡിയോഗ്രഫി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാർട്ടിൻ്റെ പിക്ചേഴ്സ്. ഓക്കെ, 3D or 2D ആയിട്ടുള്ള ഹാർട്ടിൻ്റെ പിക്ചേഴ്സും ഹാർട്ട് വാൽവ്സിൻ്റെ പിക്ചേഴ്സും അതുപോലെ ബ്ലഡ് ഫ്ലോയും എല്ലാം നമുക്ക് എടുക്കുന്നതാണ് ഏതിലൂടെ? എക്കോ കാർഡിയോഗ്രഫി. ഓക്കെ, എക്കോ കാർഡിയോഗ്രഫി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഡിഡ് മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ്? ഓക്കെ, മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഏത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ്? നമുക്ക് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകളാണ് നടന്നത്. അതിൽ മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ്. എപ്പോഴാണ്? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഇൻ 1931. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും ഹെൽഡ് ചെയ്തത് എവിടെയാണ്? ലണ്ടനിലാണ്. ഓക്കെ, 3 നടന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. അതിൽ മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്
സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് വിച്ച് വാസ് ഹെൽഡ് ഇൻ 1931. എവിടെയാണ് എന്നാണ് 1931 ഓക്കെ. 1931 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. എപ്പോഴാണ്? 1930. ഓക്കെ, 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. സെക്കൻഡ് 1931 ആൻഡ് തേർഡ് നമുക്ക് നടക്കുന്നത് 1932 ഓക്കെ, 1932 നമുക്കിത് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മഹാത്മാഗാന്ധി ലണ്ടനിൽ എത്തിയ ഷിപ്പിന്റെ പേര് എന്തായിരുന്നു? ഷിപ്പ് ഇറ്റ് ഈസ് SS രാജ്പുതാന. ഓക്കെ, SS രാജ്പുതാന എന്ന ഷിപ്പിലാണ് മഹാത്മാഗാന്ധി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പങ്കെടുക്കാനായിട്ട് ലണ്ടനിൽ എത്തിയത്. ഇതിലാണ് SS രാജ്പുതാന, SS രാജ്പുതാന. ഓക്കെ ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി അതൊരു ഫാക്റ്റ് ആണ്. എന്താണ് ഇത്? ഈ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും ഇന്ത്യയിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഈ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ഈ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സ്പോർട്ട് ഡിഡ് തജീന്ദർ പാൽ സിംഗ് വൺ 2 ഗോൾഡ് മെഡൽസ്? ഓക്കെ, ഇൻ ഏഷ്യൻ ഗെയിംസിൽ തജീന്ദർ പാൽ സിംഗിന് 2 ഗോൾഡ് മെഡൽ കിട്ടിയത് ഏത് സ്പോർട്ടിലാണ്? ഷോർട്ട് പുട്ടിലാണ്. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതിനാണ്? ഷോർട്ട് പുട്ടിലാണ്. ആർക്കാണ്? തജീന്ദർ പാൽ സിംഗ്. ഓക്കെ, തജീന്ദർ പാൽ സിംഗ്. ഓക്കെ, 2 വട്ടം നമുക്ക് ഗോൾഡ് മെഡൽ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആരാണ്? തജീന്ദർ പാൽ സിംഗ് ആണ്. ഏഷ്യൻ ഗെയിംസിൽ ഏത് സ്പോർട്ടാണ്? ഇറ്റ്സ് ഷോർട്ട് പുട്ട്. ഓക്കെ, ഷോർട്ട് പുട്ടിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേം ഫൈൻ ലെഗ്, തേർഡ് മാൻ ആൻഡ് ഡീപ്പ് എക്സ്ട്രാ കവർ ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടുമായിട്ടാണ് ഫൈൻ ലെഗ്, തേർഡ് മാൻ അല്ലെങ്കിൽ ഡീപ്പ് എക്സ്ട്രാ കവർ എന്നീ വേർഡ്സ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് സ്പോർട്ടാണ്? ക്രിക്കറ്റ് ആണ്. ഓക്കെ, ക്രിക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നത്? ഇറ്റ്സ് ഫൈൻ ലെഗ്, തേർഡ് മാൻ ആൻഡ് ഡീപ്പ് എക്സ്ട്രാ കവർ. ഇത് മൂന്നും ഏത് സ്പോർട്ടുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ക്രിക്കറ്റ് ആണ്. ഓക്കെ, ക്രിക്കറ്റ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫേമസ് ബര ഇമാംബര is situated on the banks of which river? ഏത് റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? It's situated on the banks of ഗോംതി റിവർ. ഓക്കെ, ഗോംതി റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഗോമതി റിവറിന്റെ ബാങ്ക്സിലാണ്. ആൻഡ് ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ലക്നൗ, ഉത്തർപ്രദേശ്. ലക്നൗ നമുക്കറിയാം എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇപ്പൊ ലക്നൌവിലെ ഗോംതി റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലക്നൌവിലെ ഗോംതി റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര. ഓക്കെ, ബര ഇമാംബര എവിടെയാണ്? ലക്നൗ. ആൻഡ് ഇറ്റ്സ് ബിൽഡ് ബൈ അസാഫ് ഉബ് ദൗള. ഓക്കെ, അസാഫ് ഉബ് ദൗളയാണ് ഇത് ബിൽഡ് ചെയ്തത് ഇൻ 1784. ഏത് ഇയറിലാണ്? 1784. ആൻഡ് ഇറ്റ് ഈസ് അതുകൊണ്ട് തന്നെ എന്താണ്? അസാഫ് ഉബ് ദൗളയാണിത് ബിൽഡ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബരയാണ്. ഓക്കെ, ഓക്കെ, അസാഫി ഇമാംബര. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബര. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബര. അപ്പോൾ ഏതാണ്? ബര ഇമാംബര. ഏത് റിവറാണ്? ഗോംതി റിവർ, സിറ്റുവേറ്റഡ് ഇൻ ലക്നൗ ആണ്. അസാഫ് ഉബ് ദൗള 1784 ഇത് ബിൽഡ് ചെയ്തത്. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബര. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വേദ സമാജ വാസ് ഇൻസ്പയർഡ് ബൈ ദ ഐഡിയൽസ് ഓഫ് വിച്ച് സൊസൈറ്റി? ഏത് സൊസൈറ്റി അല്ലെങ്കിൽ ഏത് സമാജത്തിന്റെ ഐഡിയൽസുമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് വേദ സമാജം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ബ്രഹ്മസമാജിന്റെ ആണ് കേട്ടോ. ബ്രഹ്മസമാജിന്റെ ഐഡിയൽസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് വേദ സമാജം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രഹ്മസമാജ് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് വാസ് ബൈ രാജാറാം മോഹൻ റോയ്. ഓക്കെ, ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ് ബ്രഹ്മസമാജ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, എവിടെയാണ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ബ്രഹ്മസമാജ് എവിടെയാണ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വെസ്റ്റ് ബംഗാൾ ആണ്. ആൻഡ് വേദ സമാജ് സൗത്തിലാണ്. ഓക്കെ, വേദ സമാജ് മദ്രാസിലാണ്, സൗത്തിലാണ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്. വേദ സമാജ് എവിടത്തെയാണ്? വേദ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മദ്രാസിലാണ്. ഓക്കെ, മദ്രാസിലാണ്. ആൻഡ് therefore വേദ സമാജ് is called as the Brahma Samaj of South India. Actually it was renamed. Okay, later it was വേദ സമാജ് പിന്നീട് റീനെയിം ചെയ്യുകയുണ്ടായി. എങ്ങനെ? ബ്രഹ്മ സമാജ് ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, ബ്രഹ്മ സമാജ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ വേദ സമാജാണ്. വേദ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? മദ്രാസിലാണ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കേശവ് ചന്ദ്ര സെൻ ആൻഡ് കെ ശ്രീധരളു നായിഡു. ഓക്കെ, ആരൊക്കെയാണ്? കേശവ് ചന്ദ്ര സെൻ ആൻഡ് കെ ശ്രീധരളു നായിഡു. ആരൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മദ്രാസിൽ?
കേശവ് ചന്ദ്രസൻ ആൻഡ് കെ ശ്രീധരലു നായിഡു. ഓക്കെ, ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എല്ലാം നമുക്ക് ബ്രഹ്മസമാജാണ്. അപ്പോൾ ബ്രഹ്മസമാജ് ആരാണ് ഫൗണ്ട് ചെയ്തത്? നമ്മൾ പറഞ്ഞു രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. കൽക്കട്ട, ഓക്കെ, കൽക്കട്ട വെസ്റ്റ് ബംഗാളിലാണ് ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓൺ 20th August എന്നാണ് 1828. ഓക്കെ, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1828ലാണ്. ഏത് ഇയറിലാണ് ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1828ലാണ് ബൈ രാജാറാം മോഹൻ റോയ് ആണ്. കൽക്കത്ത വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ. ഓക്കെ, its ideal. Next question is, which actress's book is The Style Diary of a Bollywood Diva? ഏത് ആക്ട്രസിന്റെ ബുക്കാണ് The Style Diary of a Bollywood Diva? ആരുടെയാണ് The Style Diary of a Bollywood Diva? It's കരീന കപൂർസ്. ഓക്കെ, ഇറ്റ്സ് കരീന കപൂർസ്. കരീന കപൂറിന്റെ ബുക്കാണ് The Style Diary of a Bollywood Diva and it was published in 2012. എപ്പോഴാണ്? 2012ലാണ് The Style Diary of a Bollywood Diva പബ്ലിഷ് ചെയ്യുന്നത്. ബൈ ഹൂം? ബൈ കരീന കപൂർ. ബൈ കരീന കപൂർ ആണ്. ആൻഡ് അതിൻ്റെ കോ ഓതർ ആരാണ്? റുസെൽ പിൻറ്റോ. റുസെൽ പിൻറ്റോ ആണ് ദ കോ ഓതർ ഓഫ് ദ സ്റ്റൈൽ ഡയറി ഓഫ് എ ബോളിവുഡ് ദിവ. അതിൻ്റെ കോ ഓതർ ആരാണ്? റുസെൽ പിൻറ്റോ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ്, ഇൻ വിച്ച് ഇയർ വാസ് ദി രാജ ജെ ചെല്ലയ്യ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ്? ഏത് ഇയറിലാണ് രാജ ജെ ചെല്ലയ്യ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഇറ്റ്സ് ഇൻ 1991. ഓക്കെ, 1991ലാണ് രാജ ജെ ചെല്ലയ്യ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ടാക്സ് റീഫോംസ് കമ്മിറ്റി. എന്താണ് ടാക്സ് റീഫോംസ് കമ്മിറ്റി എന്ന് പറയുന്നത്? ഏത് കമ്മിറ്റിയാണ്? രാജ ജെ ചെല്ലയ്യ കമ്മിറ്റിയാണ്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആരാണ്? രാജ ജെ ചെല്ലയ്യാണ്. ആൻഡ് ഹി വാസ് ദ ചെയർമാൻ ഓഫ് ദിസ് കമ്മിറ്റി. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ രാജ ജെ ചെല്ലയ്യ ആണ്. ആൻഡ് രാജ ജെ ചെല്ലയ്യ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ടാക്സ് റീഫോംസ് ഇൻ ഇന്ത്യ. ടാക്സ് റീഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? രാജ ജെ ചെല്ലയ്യ ആണ്. ഫാദർ ഓഫ് ടാക്സ് റീഫോംസ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ ജെ ചെല്ലയ്യ ആണ്. ഫാദർ ഓഫ് ടാക്സ് റീഫോംസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർ ഈസ് ELT ലൊക്കേറ്റഡ്? എവിടെയാണ് ELT? ELT എന്താണ്? എക്സ്ട്രീംലി ലാർജ് ടെലിസ്കോപ്പ്. എന്താണ്? എക്സ്ട്രീംലി ലാർജ് ടെലിസ്കോപ്പ് ആണ് ELT. ELT ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇറ്റ്സ് ഇൻ സെറോ അർമാസോൺസ്. ഇറ്റ്സ് ഇൻ സെറോ അർമാസോൺസ് ഓഫ് ചിലി. ചിലിയിലെ സെറോ അർമാസോൺസിലാണ് ELT ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. ആൻഡ് ആരാണത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററി, ESO എന്ന് പറയുന്ന യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയാണ് എക്സ്ട്രീംലി ലാർജ് ടെലസ്കോപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതെവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ചിലിയിലെ സെറോ അർമാസോൺസ്. ചിലിയിലെ സെറോ അർമാസോൺസിലാണ് എക്സ്ട്രീംലി ലാർജ് ടെലസ്കോപ്പ് ആയിട്ടുള്ള ELT ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which Nawab of Awadh was forced to sign a treaty in 1801 and cede half his territory to the British after refusing. ഓക്കെ, അപ്പോൾ അവധിലെ ഏത് നവാബിനെയാണ് 1801 ഫോഴ്സ് ചെയ്തൊരു ട്രീറ്റി സൈൻ ചെയ്യിപ്പിച്ചത്? ആൻഡ് വെൻ ഹി റെഫ്യൂസ് ടു സൈൻ ഇറ്റ്, പുള്ളിക്കാരൻ്റെ ഹാഫ് ഓഫ് ഹിസ് ടെറിട്ടറി ആരാ? ബ്രിട്ടീഷ് കൈപ്പറ്റുകയുണ്ടായി. അത് ഏത് നവാബാണ്? ഇറ്റ്സ് സാദത്ത് അലി ഖാൻ ടു നവാബിനെയാണ്. അവധിലെ സാദത്ത് അലി ഖാൻ ടൂനെയാണ് 1801 ട്രീറ്റി ഫോഴ്സ് ചെയ്ത് സൈൻ ചെയ്യിപ്പിക്കുകയും അത് റെഫ്യൂസ് ചെയ്തത് കാരണം പുള്ളിക്കാരൻ്റെ ഹാഫ് ഓഫ് ഹിസ് ടെറിട്ടറി ആരാണ്? ബ്രിട്ടീഷ് കൈപ്പറ്റുകയും ചെയ്യുന്നത്. ആൻഡ് ദിസ് ട്രീറ്റി, ഈ 1801 ട്രീറ്റിയാണ് എന്ത്? സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഏതാണ്? ഈ 1801 ട്രീറ്റിയാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. നമുക്കറിയാം സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇറ്റ്സ് ബൈ ലോർഡ് വെല്ലസ്ലി. ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിലേക്ക് ലീഡ് ചെയ്തൊരു ട്രീറ്റി ആയിരുന്നു ഈ 1801 ഈ ട്രീറ്റി. ആൻഡ് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്താണ്? സബ്സിഡറി അലയൻസ് സിസ്റ്റം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പോളിസി ആയിരുന്നു. അവിടെ നമുക്ക് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ബ്രിട്ടീഷിൻ്റെ പ്രൊട്ടക്ഷൻ, അതായത് ബ്രിട്ടീഷിൻ്റെ ആർമിയും മറ്റുമൊക്കെ ആവശ്യപ്പെട്ട ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് അവരുടെ സൊവേറിനിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്ന ഒരു സിസ്റ്റമായിരുന്നു സബ്സിഡറി അലയൻസ്. അതായത് അവരുടെ എന്താ പറയുക അവർക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും എല്ലാത്തിനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെർമിഷൻ വേണമായിരുന്നു. അങ്ങനെ പെർമിഷൻ പതിയെ എന്താ പറയുക ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തൻ്റെ കീഴിൽ കൊണ്ടുവരികയായിരുന്നു. ആൻഡ് ഈ സിസ്റ്റത്തിനെയാണ് എന്ത്? സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇത് വാസ് ഇൻട്രൊഡ്യൂസ് ബൈ ലോർഡ് വെല്ലസ്ലി ആണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോർഡ് വെല്ലസ്ലി ആണ്. ഇൻ ദ ലേറ്റ് 18th century ലോർഡ് വെല്ലസ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
ഇൻ വിച്ച് ഇയർ ഡിഡ് ദ 7th 5-year പ്ലാൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട്? ഓക്കെ, ഏത് വർഷത്തിലാണ് 7th 5-year പ്ലാൻ? 7th 5-year പ്ലാൻ നടക്കുന്നത് 1985 to 1990ലാണ്. ഓക്കെ, അപ്പം 1985ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു 1990 ആണ് 7th 5-year പ്ലാൻ്റെ ഇയർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫസ്റ്റ് 5-year പ്ലാൻ എപ്പോഴാണ്? 1951ലാണ് 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1951ലാണ്. ആൻഡ് 7th 5-year പ്ലാൻ എപ്പോഴാണ് വരുന്നത്? 1985 to 1990 ആണ് 7th 5-year പ്ലാൻ്റെ ടൈം പീരീഡ്. ആൻഡ് 7th 5-year പ്ലാൻ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോക്കസ്ഡ് ഓൺ ഫുഡ് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ തീം എന്ന് പറയുന്നത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. തീം ഓഫ് 7th 5-year പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ്, വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ വർക്ക് എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇത് മൂന്നുമാണ് 7th 5-year പ്ലാൻ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ. ആൻഡ് ഇറ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് 7th 5-year പ്ലാൻ നടക്കുന്നത്. നമുക്ക് ആക്ച്വലി ഫസ്റ്റ് പ്ലാൻ മുതൽ 7th 5-year പ്ലാൻ വരെയുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം കേട്ടോ. അത് അത്രയും 7th വരെയാണ് നമുക്ക് മിക്കവാറും എക്സാംസിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്, അതിൻ്റെ തീം, അതിൻ്റെ ലീഡർഷിപ്പ്, അതിൻ്റെ ഇയർ, അങ്ങനെ കുറച്ചൊരു ബേസിക് ഐഡിയാസ് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, സോ അപ്പോൾ ഞാനതിൽ കുറച്ചൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അതിൽ ഫസ്റ്റ് 5-year പ്ലാൻ നമുക്കറിയാം 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 1951ലാണ്. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ്റെ ഇയർ എന്ന് പറയുന്നത് 1951 to 56. എപ്പോഴാണ്? 1951 to 56 ആണ്. ആൻഡ് അവരുടെ തീം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് 5-year പ്ലാൻ്റെ. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് 5-year പ്ലാൻ്റെ തീം എന്ന് പറയുന്നത്. ആൻഡ് ആരുടെ ലീഡർഷിപ്പ് ആയിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു ഫസ്റ്റ് 5-year പ്ലാന് വിത്ത് ദ തീം ഓഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ്. ഏത് മോഡലിലാണ് എടുത്തേക്കുന്നത്? ഹെറോഡ് ഡോമർ മോഡലാണ്. ഓക്കെ, ഏത് മോഡലാണ് നമ്മൾ ഫോളോ ചെയ്തത്? ഹെറോഡ് ഡോമർ മോഡലാണ്. ഓക്കെ, ഫസ്റ്റ് 5-year പ്ലാനിന് ഏത് മോഡലാണ് ഫോളോ ചെയ്യുന്നത്? ഹെറോഡ് ഡോമർ മോഡലാണ്. ആൻഡ് അതിൻ്റെ തീം എന്താണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, 1951 to 56 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. അതുപോലെ സെക്കൻഡ് 5-year പ്ലാൻ വരുന്ന ഏത് ഇയറിലാണ്? 1956 to 61ലാണ്. ഓക്കെ, 1956 to 61ലാണ് സെക്കൻഡ് 5-year പ്ലാൻ വരുന്നത്. ആൻഡ് അതിൻ്റെ തീം ഈസ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമുക്കറിയാം അല്ലേ, സെക്കൻഡ് 5-year പ്ലാനിലാണ് എന്ത്? ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, ഫസ്റ്റിൽ ഏതാണ്? അഗ്രികൾച്ചർ ആയിരുന്നു. സെക്കൻഡ് 5-year പ്ലാനിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതും അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ PC മഹലനോബിസ് മോഡലാണ്. PC മഹലനോബിസ് മോഡൽ ഏത് എക്കണോമിസ്റ്റിൻ്റെയാണ്? PC മഹലനോബിസിൻ്റെ മോഡലാണ് നമ്മൾ സെക്കൻഡ് 5-year പ്ലാനിൽ ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തേർഡ് 5-year പ്ലാൻ നമുക്കൊരു 7th വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് പോയേക്കാം. ഇതിൻ്റെ തീമും അതിൻ്റെ ലീഡറും കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നതിൻ്റെ ഇയർ ഏതാണ്? 1961 to 66 ആണ് നമ്മുടെ തേർഡ് 5-year പ്ലാൻ വരുന്നത്. തേർഡ് 5-year പ്ലാനിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1961 to 66 ആണ്. ഇപ്പോൾ തീം ഓഫ് ദ തേർഡ് 5-year പ്ലാൻ എന്നാണ് സെൽഫ് റിലയൻറ്റ് എക്കോണമി. ഓക്കെ, സെൽഫ് റിലയൻസ് ആണ് തേർഡ് 5-year പ്ലാനിൻ്റെ തീം ഏതാണ്? സെൽഫ് റിലയൻസ് ആണ്. അതും അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ തേർഡ് 5-year പ്ലാൻ സെൽഫ് റിലയൻറ്റ് എക്കോണമി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു ആണ്. ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ, നമുക്ക് ഇതിലൊരു നോട്ടബിൾ ഇവൻ്റ് ഓഫ് തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ ബിഗാൻ ചെയ്തത് ഈ 5-year പ്ലാനിൻ്റെ ഇടയിലാണ്. ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് ബിഗാൻ ചെയ്യുന്നത്? ഇറ്റ് വാസ് ബിഗാൻ ഇൻ 1965ലാണ് ഗ്രീൻ റെവല്യൂഷൻ വരുന്നത്. അപ്പോൾ അത് ഏത് 5-year പ്ലാനിലാണ്? തേർഡ് 5-year പ്ലാൻ. അപ്പോൾ ഓർത്തോളൂ, ഗ്രീൻ റെവല്യൂഷൻ വരുന്നത് തേർഡ് 5-year പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് 5-year പ്ലാനിൻ്റെ ഇയർ എപ്പോഴാണ്? ഇറ്റ്സ് 1969 to 74 ആണ്. ഓക്കെ, 1969 to 74 ആണ്. 1969 to 74 ആണ് എന്ത് വരുന്നത്? ഫോർത്ത് 5-year പ്ലാൻ വരുന്നത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് സ്റ്റേബിൾ ഗ്രോത്ത് ആണ്. ഓക്കെ, സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ സെൽഫ് റിലയൻസും ആണ്. ഓക്കെ, സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ സെൽഫ് റിലയൻസുമാണ് ഫോർത്ത് 5-year പ്ലാനിൻ്റെ തീം എന്ന് പറയുന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധിയാണ് ഫോർത്ത് 5-year പ്ലാൻ. ഓക്കെ, അപ്പോൾ ഫോർത്ത് 5-year പ്ലാനിൻ്റെ ലീഡർഷിപ്പ് ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് 5-year പ്ലാൻ ആണ്. ഫിഫ്ത്ത് 5-year പ്ലാനിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1974 to 78 ആണ്.
1974 to 78 ആണ് ഏത് 5th 5-year പ്ലാൻ്റെ ഇയർ എന്ന് പറയുന്നത്. ഗരീബി ഹട്ടാവോ, അതായത് പോവർട്ടി റിമൂവൽ ഗരീബി ഹട്ടാവോ നമുക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്. അത് ഏത് 5-year പ്ലാൻ ആണ്? അപ്പോൾ 5th 5-year പ്ലാനിലാണ് ഏത് വരുന്നത്? ഗരീബി ഹട്ടാവോ വരുന്നത് 5th 5-year പ്ലാനിലാണ്. ഓക്കെ, പോവർട്ടി റിമൂവൽ ആണ്. പോവർട്ടി റിമൂവൽ ഇറ്റ് മീൻസ് ഗരീബി ഹട്ടാവോ മീൻസ് പോവർട്ടി റിമൂവൽ ആണ്. ഓക്കെ, ലീഡർഷിപ്പിൽ അത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇന്ദിരാഗാന്ധി ആയിരുന്നു ലീഡർ, ദെൻ ലേറ്റർ മൊറാർജി ദേശായി ആയി. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് ഇന്ദിരാഗാന്ധി ആയിരുന്നു, ദെൻ ലേറ്റർ മൊറാർജി ദേശായി ആയി അതിൻ്റെ ലീഡർ ഏതിൻ്റെ 5th 5-year പ്ലാൻ്റെ. ഓക്കെ സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ് നമ്മുടെ 6th 5-year പ്ലാനും കൂടെ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, 6th 5-year പ്ലാൻ്റെ ഇയർ ഏതാ? 6th 5-year പ്ലാൻ്റെ ഇയർ ഏതാ? 1980 to 85. ഏത് ഇയർ ആണ്? 1980 to 85 6th 5-year പ്ലാൻ വരുന്നത്. ആൻഡ് അതിൻ്റെ തീം എന്ന് പറയുന്നത് പോവർട്ടി അലീവിയേഷൻ ആൻഡ് മോഡേണൈസേഷനും കൂടി ഉണ്ട്. പോവർട്ടി അലീവിയേഷൻ്റെ കൂടെ തന്നെ നമ്മൾ മോഡേണൈസേഷനും കൂടി നമ്മൾ 6th 5-year പ്ലാൻ്റെ തീമാക്കി. ആൻഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധിയാണ്. ആരുടെ ലീഡർഷിപ്പിലായിരുന്നു 6th 5-year പ്ലാൻ? അഗെയിൻ ഇന്ദിരാഗാന്ധിയുടെ ലീഡർഷിപ്പിലായിരുന്നു 5th 5-year പ്ലാൻ. അപ്പോൾ നമ്മൾ പഠിച്ചു 6th 5-year പ്ലാൻ ആണ് കേട്ടോ. ആൻഡ് 7th 5-year പ്ലാൻ ആരാ? അപ്പം രാജീവ് ഗാന്ധി. ഓക്കെ, 7th ആയപ്പോൾ അതിൻ്റെ ലീഡർഷിപ്പ് ആരായി? രാജീവ് ഗാന്ധി ആയി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 1 to 7 വരെയുള്ള 5-year പ്ലാൻസ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക്ക് ഇൻ 1932? ഓക്കെ, അപ്പം 1932 ജെയിംസ് ചാഡ്വിക്ക് ഡിസ്കവർ ചെയ്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഏതാണ്? ഇറ്റ്സ് ന്യൂട്രോൺ. ഓക്കെ, ന്യൂട്രോൺ ആണ് ജെയിംസ് ചാഡ്വിക്ക് ഡിസ്കവർ ചെയ്യുന്നത്. ന്യൂട്രോൺ ആണ് ജെയിംസ് ചാഡ്വിക്ക് ഡിസ്കവർ ചെയ്തത്. അത് 1932 ആൻഡ് ഹി റിസീവ്ഡ് എ നൊബേൽ പ്രൈസ് ഫോർ ദിസ്. ഏത് ഇയറിൽ? 1935 പുള്ളിക്കാരന് നൊബേൽ പ്രൈസ് കിട്ടുകയുണ്ടായി. എന്തിനാണ്? ന്യൂട്രോണിൻ്റെ ഡിസ്കവറിക്ക് പുള്ളിക്കാരന് നൊബേൽ പ്രൈസ് കിട്ടി 1935. ആർക്ക്? ജെയിംസ് ചാഡ്വിക്കിന്. അതുപോലെ തന്നെ ന്യൂട്രോൺ, ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ഇത് മൂന്നിൻ്റെയും ഡിസ്കവർ ചെയ്ത ആരാണെന്ന് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ദെൻ ഇലക്ട്രോൺ വരുമ്പോൾ ആരാണ്? ഇലക്ട്രോൺ വരുന്നത് ജെ തോംസൺ ആണ്. ഓക്കെ, ഇതൊരു ചെറിയ എന്തെങ്കിലും ഒരു കോഡിലൊക്കെ ഒന്ന് പഠിച്ചാൽ ബെറ്റർ ആയിരിക്കും കുറച്ചൊക്കെ, ഇങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഇപ്പം എൻ്റെ കോഡ് എന്ന് പറയുന്നത് എൻ്റെ കോഡ് കുറച്ച് ഇതായിരിക്കും നിങ്ങൾക്ക്. എൻ്റെ കോഡ് നിങ്ങളുടേതായ ഇഷ്ടമായിട്ടുള്ളൊരു കോഡ് നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ഓർത്ത് വയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, എലക്ഷൻ. ഞാൻ ഓർക്കുന്നത് എലക്ഷനിൽ നിന്നത് തോമസ് ഏട്ടനാണ് എന്ന രീതിയിലാണ്. ഓക്കെ, ദാറ്റ്സ് എ ഫണ്ണി തിങ്, ബട്ട് എനിക്കങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ കിടക്കുന്നത്. ഇലക്ട്രോൺ, അതായത് ഇലക്ഷനിൽ നിന്നത് തോമസ് ഏട്ടനാണ്. സോ ഞാൻ അപ്പോൾ ഓർക്കും ഇലക്ട്രോൺ ആരാണ് ഡിസ്കവർ ചെയ്തത്? ഇറ്റ്സ് ജെ തോംസൺ എന്ന് ഞാൻ ഓർക്കും കേട്ടോ. അങ്ങനെയാണ് ഞാനത് ഓർത്ത് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ചൊരു ഐഡിയാസ് കാണും. അതുപോലെ തന്നെ ഞാൻ പ്രോട്ടോൺ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പി കഴിഞ്ഞിട്ട് 6 വരുന്നുണ്ടല്ലോ, പ്രോട്ടോൺ പി കഴിഞ്ഞിട്ട് 6. അപ്പോൾ 6 വെച്ചിട്ട് റുദർഫോർഡ് എന്നാണ് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഈ 6 പി 6 പ്രോ പി 6 വരുന്നുണ്ട്. അപ്പോൾ 6 കഴിഞ്ഞിട്ട് ആരാണ്? ഇറ്റ്സ് റുദർഫോർഡ് 6 വെച്ചിട്ട് റുദർഫോർഡ്. അങ്ങനെയാണ് ഞാൻ ഓർത്ത് വയ്ക്കുന്നത്. ഓക്കെ, ന്യൂട്രോൺ ആരാണ്? ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഇലക്ട്രോൺ ജെ തോംസൺ ആണ്. ആൻഡ് പ്രോട്ടോൺ ഏർണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, പ്രോട്ടോൺ ഏർണസ്റ്റ് റുദർഫോർഡ് ആണ്. ആൻഡ് ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിക്ക് ജെ തോംസണ് 1906 നൊബേൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൻ ആൻഡ് അഗെയിൻസ്റ്റ് വിച്ച് ടീം ഡിഡ് ദ ഇന്ത്യൻ മെൻസ് ക്രിക്കറ്റ് ടീം പ്ലേ ഇറ്റ്സ് ഫസ്റ്റ് T20 ഇൻ്റർനാഷണൽ മാച്ച്? അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്ലേ ചെയ്യുന്ന ഫസ്റ്റ് T20 ഇൻ്റർനാഷണൽ മാച്ച് എന്നാണ്? അത് ഏത് ടീമിനെതിരെയാണ്? ആൻഡ് ഇറ്റ്സ് ഓൺ 1st December 2006. 1st December 2006 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫസ്റ്റ് ടൈം T20 ഇൻ്റർനാഷണൽ മാച്ച് കളിക്കുന്നത് എന്നാണ് 1st December 2006. ആൻഡ് എഗൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക. എഗൻസ്റ്റ് ഏത് ടീമാണ്? സൗത്ത് ആഫ്രിക്കയ്ക്ക് എഗൻസ്റ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം T20 ഇൻ്റർനാഷണൽ മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാണ് 1st December 2006 എഗൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ അല്ലേ? Okay, so the next question is what is primarily depicted on the main gateways of Sanchi Stupa? നമുക്കറിയാം സാഞ്ചി സ്തൂപ ഇസ് റിലേറ്റഡ് ടു ബുദ്ധിസം ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ഗേറ്റ്വേസ് ഓഫ് സാഞ്ചി സ്തൂപയിൽ എന്തായിരിക്കും ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്? ലൈഫ് ഓഫ് ബുദ്ധയാണ്. അതാണ് ഈ ജാതക ടിൽസ്. ആക്ച്വലി ജാതക ടിൽസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റോറീസ് ആണ്. ഓക്കെ, കളക്ഷൻ ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റോറീസ് ആണ്. അതിൽ നമ്മുടെ ബുദ്ധയുടെ ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പ്രീവിയസ് ലൈഫ് ഉണ്ടായിരുന്നതും പ്രീവിയസ് ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ
ജാതക ടെയിൽസിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ജാതക ടെയിൽസും ബുദ്ധിസവുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ സാഞ്ചി സ്തൂപയുടെ മെയിൻ ഗേറ്റ് വേസിൽ എന്താണ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്? ലൈഫ് ഓഫ് ബുദ്ധയാണ്. ബുദ്ധയുടെ ലൈഫും ജാതക ടെയിൽസിലുള്ള ടെയിൽസും ഒക്കെയാണ് എവിടെ? സാഞ്ചി സ്തൂപയുടെ മെയിൻ ഗേറ്റ് വേസിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ലയൺ ആൻഡ് പീകോക്ക് ഡാൻസ് ഇസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൻ്റെ ഫേമസ് ഫോക്ക് ഡാൻസ് ആണ് ലയൺ ആൻഡ് പീകോക്ക് ഡാൻസ്? അത് അരുണാചൽ പ്രദേശിൻ്റെയാണ്. എവിടുത്തെയാണ്? അരുണാചൽ പ്രദേശിൻ്റെയാണ്. അരുണാചൽ പ്രദേശിലെ മോൻപ ട്രൈബ്. അരുണാചൽ പ്രദേശിലെ ഏത് ട്രൈബാണ്? മോൻപ ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസാണ് ഇത് ലയൺ ആൻഡ് പീകോക്ക് ഡാൻസ്. ഞാനിത് ഓർത്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലയണിൻ്റെയും പീകോക്കിൻ്റെയും കൂടി അരുൺ നിന്ന് ഡാൻസ് ചെയ്യുന്നു. അരുൺ എവിടെയാണ്? ലയണിൻ്റെയും പീകോക്കിൻ്റെയും കൂടെ ഡാൻസ് ചെയ്യുന്നു. ദാറ്റ്സ് ഹൗ ലയൺ ആൻഡ് പീകോക്ക് ഡാൻസ് എവിടത്തെയാണ്? അരുണാചൽ പ്രദേശിൻ്റെ. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള നിങ്ങൾ ഓർക്കുന്ന രീതിയിലുള്ള കുറച്ച് കോഡ്സ് ഒക്കെ ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് എക്സാമിന് പോയിരിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോഴല്ലോ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്കത് ഓർമ്മ വരും. ഇങ്ങനത്തെ കോഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും. അപ്പം ഞാൻ എന്താണ് ലയൺ ആൻഡ് പീകോക്ക് ഡാൻസ് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഞാൻ ഇങ്ങനെയാണ് ഓർത്ത് വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓതർ ഓഫ് ദി ബുക്ക് ബീയിങ് ഇന്ത്യൻ ആൻഡ് ഇൻസൈഡ് ദ റിയൽ ഇന്ത്യ. ബീയിങ് ഇന്ത്യൻ ആൻഡ് ഇൻസൈഡ് ദ റിയൽ ഇന്ത്യ എന്ന ബുക്കിൻ്റെ ഓതർ ആരാണ്? ഇറ്റ്സ് പവൻ കെ വർമ്മ. ഓക്കെ, പവൻ കെ വർമ്മയാണ് ബീയിങ് ഇന്ത്യൻ ഇൻസൈഡ് ദ റിയൽ ഇന്ത്യ എന്ന ബുക്കിൻ്റെ ഓതർ ആരാണ്? ഇറ്റ്സ് പവൻ കെ വർമ്മ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രമോദ് ഭഗത് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടുമായിട്ടാണ് പ്രമോദ് ഭഗത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് സ്പോർട്ടാണ് പ്രമോദ് ഭഗത്? ഇറ്റ്സ് പാരാ ബാഡ്മിൻ്റൺ. ഓക്കെ, ഇതിൽ നമുക്കൊരു കോഡ് കാണാം, ലൈക്ക് PB കണ്ടില്ലേ? പ്രമോദ് ഭഗത് എവിടെയാണ്? പാരാ ബാഡ്മിൻ്റൺ പ്ലെയർ ആണ് ആര്? പ്രമോദ് ഭഗത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി ആസിഡ്? അസറ്റിക് ആസിഡിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു നാച്ചുറൽ സോഴ്സ് ഏതാണ്? അസറ്റിക് ആസിഡ് നമുക്കറിയാം. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷൻ കാരണം അസറ്റിക് ആസിഡ് ഇസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഫെർമെൻറ്റേഷൻ. ഓക്കെ, ഫെർമെൻറ്റേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ത്? അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അസറ്റിക് ആസിഡ് എന്താണ്? ഫെർമെൻറ്റേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ വിനീഗർ. ഓക്കെ, വിനീഗർ ആണ് ഇത് പ്രൈമറി നാച്ചുറൽ സോഴ്സ് ഓഫ് അസറ്റിക് ആസിഡ്. എന്താണ്? വിനീഗർ ആണ്. ഓക്കെ, ഫെർമെൻറ്റേഷൻ, അതായത് ഫ്രൂട്ട്സും മറ്റുമൊക്കെ ഫെർമെൻ്റ് ആകുമ്പോഴത്തേക്കും ഉണ്ടാവുന്നതാണ് ഇത് അസറ്റിക് ആസിഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോഗട്ട് സിസ്റ്റേഴ്സ് ആർ റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടിലാണ് ഫോഗട്ട് സിസ്റ്റേഴ്സ് വരുന്നത്? ഫോഗട്ട് സിസ്റ്റേഴ്സ് ഏത് സ്പോർട്ടിലാണ് വരുന്നത്? റെസ്ലിംഗിലാണ് കേട്ടോ. ഈ ഫോഗട്ട് സിസ്റ്റേഴ്സ് ആരാണ്? നമുക്കൊരു 6 സിസ്റ്റേഴ്സ് ഓർ കസിൻ സിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒരു 6 പേരാണ് ഈ ഫോഗട്ട് സിസ്റ്റേഴ്സ്. ഇതിലൊരാളാണ് നമ്മുടെ വിനേഷ് ഫോഗട്ട്. ഓക്കെ, വിനേഷ് ഫോഗട്ട് ഇതിലൊരാളാണ്. ആൻഡ് വിനേഷ് ഫോഗട്ട് നമുക്കറിയാം ആരാണ്? ഇപ്പോൾ ഇപ്പോഴത്തെ ബീഹാറിലെ MLA ആണ്. ഓക്കെ, ബീഹാറിലെ ഐ തിങ്ക് ഇറ്റ്സ് ജുലാന കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് ബീഹാറിലെ MLA ആണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി പുള്ളിക്കാരി MLA ആണ്. ഓക്കെ, എവിടുത്തെ? ബീഹാറിലെ ജുലാന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂ ടു വിച്ച് ഫോഴ്സ് ഡസ് ദ മൂൺ റിവോൾവ് അറൗണ്ട് ദി സൺ? ഏത് ഫോഴ്സ് കാരണമാണ് മൂണ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്? ഇറ്റ്സ് ബേസിക്കലി അത് പറയുമ്പോൾ ഇറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ബട്ട് ഇറ്റ് ആക്ട്സ് ആസ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്, ബട്ട് ഇറ്റ് ആക്ട്സ് ആസ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പം നമുക്കിപ്പോൾ ഓപ്ഷനിൽ എയ്തർ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് രണ്ടും നമുക്ക് കറക്റ്റ് ആണ്. ബട്ട് ബേസിക്കലി നമുക്ക് മോസ്റ്റ് അക്സെപ്റ്റഡ് ആൻസർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂഡോ ബെൽറ്റ് കളേഴ്സ് ആണ്. അത് ആക്ച്വലി ഇങ്ങനെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 കളേഴ്സ് തന്നിട്ട് ഇതിൽ ഏതാണ് ജൂഡോയുടെ ബെൽറ്റ് കളർ അല്ലാത്തത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ബട്ട് നമുക്കിതിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ അപ്പം നമുക്ക് എല്ലാ കളേഴ്സും ഏതൊക്കെയാണെന്ന് അറിയാം. അതുപോലെ നമുക്ക് ആ ഒരു ഓർഡറും അറിയാൻ പറ്റും. ഓർഡർ നോക്കുമ്പോൾ നമുക്ക് വൈറ്റ് ആണ് ഫസ്റ്റ്. ബിഗിനേഴ്സിൻ്റെ ബെൽറ്റ് ആണ് വൈറ്റ് കളർ. ഓക്കെ, വൈറ്റ് കളർ ബെൽറ്റ് ആർക്കാണ് വരുന്നത്? അത് ബിഗിനേഴ്സിനാണ്. ദെൻ യെല്ലോ, ഓറഞ്ച്. നോക്കിയേ, വൈറ്റ് കുറച്ച് ഡാർക്കായി, എന്താ യെല്ലോ ആയി, കുറച്ചുകൂടി ഡാർക്കായി ഓറഞ്ചായി. ദെൻ ഗ്രീൻ വരുമ്പോൾ നമുക്കത് ഇൻ്റർമീഡിയറ്റ് ആണ്. ഓക്കെ, ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് വരുമ്പോൾ അത് ഏതായിട്ട് വരും? ഗ്രീൻ വരും. ദെൻ ബ്ലൂ, ബ്രൗൺ ആൻഡ് ഫൈനലി ദ ഹയസ്റ്റ് ബെൽറ്റ് ഇസ് ബ്ലാക്ക് ബെൽറ്റ്. ഓക്കെ, ഇപ്പോൾ ജൂഡോ ബെൽറ്റിൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ഇസ് ബ്ലാക്ക് ബെൽറ്റ്. ദെൻ വൈറ്റ് ആണ് നമുക്ക് ഏറ്റവും ബിഗിനേഴ്സിന് വരുന്നത്. ആൻഡ് ഗ്രീൻ, ബ്ലൂ, ബ്രൗൺ ആൻഡ് ബ്ലാക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂറിയ ഈസ് എക്സ്ക്രീറ്റഡ് ബൈ വിച്ച് ഓർഗൻ? ഇതാണ് കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂറിയ ഈസ് എക്സ്ക്രീറ്റഡ് ബൈ വിച്ച് ഓർഗൻ? ഏത് ഓർഗനാണ് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് കിഡ്നി. ഓക്കെ, കിഡ്നിയിൽ ത്രൂ ബ്ലഡ് ഫിൽട്രേഷൻ വഴിയാണ് നമുക്ക് യൂറിയ നമ്മുടെ കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഈസ്
വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മാസസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ വാട്ടർ? വാട്ടറിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസസിൻ്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? H2O ആണ്. H2Oയിൽ നമുക്ക് വാട്ടർ H2O ആണ്. H2Oയിൽ നമുക്ക് എത്ര? രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ് വരുന്നത്. നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1. എത്രയാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ആൻഡ് ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 16. അപ്പോൾ നമുക്ക് വാട്ടറിൽ, അതായത് H2Oയിൽ നമുക്ക് രണ്ട് hydrogen atom വരുന്നുണ്ട്. അപ്പോൾ രണ്ട് hydrogen atom into its mass, രണ്ട് hydrogen atom into its mass ആണ് 2:1. അതുപോലെ തന്നെ നമുക്ക് ഒരു hydrogen atom 1, ഒരു hydrogen atom into its mass ആയിട്ടുള്ള 16 ആണ് 1:16 or 16:1. അപ്പോൾ നമുക്ക് masses of hydrogen and oxygen in water എന്ന് പറയുന്നത് 2ഉം 16ഉമാണ്. 2 and 16. അപ്പോൾ റേഷ്യോ വരുമ്പോൾ 2:16 which is 1:8. 2:16 which is 1:8. അപ്പോൾ the ratio of mass of hydrogen and oxygen in water എത്രയാണ്? 1:8 ആണ്. ഓക്കെ. So the next question എന്ന് പറയുന്നത് ജാഞ്ചാർ is a famous folk dance of which state? ജാഞ്ചാർ ഏത് സ്റ്റേറ്റിന്റെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ജാഞ്ചാർ? ജാഞ്ചാർ ഹിമാചൽ പ്രദേശിന്റെ ആണ്. എവിടത്തെയാണ്? ഹിമാചൽ പ്രദേശിന്റെ ആണ്. ജാഞ്ചാർ എവിടത്തെയാണ്? ഹിമാചൽ പ്രദേശിന്റെ ആണ്. അതുപോലെ സം ഓഫ് ദ അതർ ഫോക്ക് ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നത്തി ഡാൻസ് ആണ്. ഈ നത്തി ഡാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഇതാണ് നത്തി ഡാൻസ്. ദെൻ കാംഗ്ര, ചമ്പ. അപ്പോൾ കാംഗ്ര, ചമ്പ, ചാഞ്ചർ, നത്തി ഇതൊക്കെ ഏത് സ്റ്റേറ്റിൻ്റെയാണ്? ഹിമാചൽ പ്രദേശിൻ്റെ ഫോക്ക് ഡാൻസസ് ആണ്. ഏതൊക്കെ? ജാഞ്ചാർ, നത്തി ഡാൻസ്, കാംഗ്ര ഡാൻസ്, ചമ്പ ഡാൻസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് റൂളർ വാസ് അസ്യൂം ദ ടൈറ്റിൽ ഓഫ് ദക്ഷിണപദേശ്വര? ദക്ഷിണപദേശ്വര എന്ന ടൈറ്റിൽ ഏത് റൂളറിനാണ് അസ്യൂം ചെയ്തിരുന്നത്? ഏത് റൂളറിനാണ് ദക്ഷിണപദേശ്വര? ദക്ഷിണപദേശ്വര മീൻസ് ലോർഡ് ഓഫ് സൗത്ത്. ലോർഡ് ഓഫ് സൗത്ത് ആണ്. ദക്ഷിണപദേശ്വര മീൻസ് ലോർഡ് ഓഫ് സൗത്ത് ആണ്. ഏത് റൂളറിനാണ് ഈ ടൈറ്റിൽ അസ്യൂം ചെയ്തിരുന്നത്? ഇറ്റ് വാസ് പുലക്കേശിൻ ടു. ആരാണ്? പുലക്കേശിൻ ടു ആണ്. പുലക്കേശിൻ ടു ഒരു ചാലുക്യ റൂളറാണ്. ഓക്കെ. പുലക്കേശിൻ ടു ഫോർത്ത് ചാലുക്യ റൂളർ. എത്രാമത്തെയാണ്? ഫോർത്ത് ചാലുക്യ റൂളറാണ് ആര്? പുലക്കേശിൻ ടു എന്ന് പറയുന്നത്. പുലക്കേശിൻ ടു ആണ് ഏത് ടൈറ്റിൽ അസ്യൂം ചെയ്തിരുന്നത്? ദക്ഷിണപദേശ്വര ഓർ ദ ലോർഡ് ഓഫ് സൗത്ത്. ദക്ഷിണപദേശ്വര ഓർ ദ ലോർഡ് ഓഫ് സൗത്ത്. ആൻഡ് ഈസ് കൺസിഡർ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൂളേഴ്സ് ഓഫ് ചാലുക്യ ഡൈനാസ്റ്റി ആണ്. കാരണം ഹി ഡിഫീറ്റഡ് ഹർഷവർദ്ധന. ഓക്കെ. ഹർഷവർദ്ധനയില്ല, നമ്മുടെ നോർത്തേൺ റൂളർ ആയിട്ടുള്ള ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്ത ഒരു റൂളറാണ് ആര്? പുലക്കേശിൻ ടു. ആരെയാണ്? ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്തൊരു റൂളറാണ് ആര്? പുലക്കേശിൻ ടു. ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്ത റൂളറാണ് ആര്? പുലക്കേശിൻ ടു. ആൻഡ് ഇസ് റെയിൻ പീരീഡ് 609 to 642. റെയിൻ പീരീഡ് എപ്പോഴാണ് വരുന്നത്? 609 to 642 ആണ്. ആൻഡ് ഈ ടൈം പീരീഡിൽ ദ ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള സ്വാങ് സാങ് പുലക്കേശിൻ ടുവിനെ വിസിറ്റ് ചെയ്തിരുന്നു. ഈ ടൈം പീരീഡിൽ ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ആരാണ്? സ്വാങ് സാങ് ആര്? പുലക്കേശിൻ ടുവിനെ വിസിറ്റ് ചെയ്തിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഇയർ വാസ് ദ ഫിഫ വേൾഡ് കപ്പ് ഹെൽഡ് ഇൻ ബ്രസീൽ ആൻഡ് ഇന്ത്യ റെഫ്യൂസ് ടു പാർട്ടിസിപ്പേറ്റ്? ഓക്കെ. ബ്രസീലിൽ നടന്ന ഏത് ഫിഫ വേൾഡ് കപ്പാണ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്തത്? ഏത് ഫിഫ വേൾഡ് കപ്പാണ്? 1950 ഫിഫ വേൾഡ് കപ്പാണ്. ബ്രസീലിൽ നടന്ന 1950 ഫിഫ വേൾഡ് കപ്പാണ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. ഏതാണ്? 1950 ഫിഫ വേൾഡ് കപ്പാണ്. ഓക്കെ. വേർ ഈസ് ദ ടോംബ് ഓഫ് ഷേർഷാ സുരി ലൊക്കേറ്റഡ്? ഷേർഷാ സുരിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആൻഡ് ദിസ് ഷേർഷാ സുരിയുടെ ടോംബ് ഇസ് നോൺ ആസ് ദ സെക്കൻഡ് താജ്മഹൽ. ഓക്കെ. ഇറ്റ്സ് നോൺ ആസ് ദ സെക്കൻഡ് താജ്മഹൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഷേർഷാ സുരിയുടെ ടോംബാണ്. ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ സസാറാം ഓഫ് ബീഹാർ ഡിസ്ട്രിക്റ്റ് അല്ല കേട്ടോ, സോറി. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ സസാരം ഓഫ് ബീഹാർ സ്റ്റേറ്റിലെ സസാരം ഓഫ് ബീഹാർ സ്റ്റേറ്റിലാണ് ഷേർഷാ സുരിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മുഹമ്മദ് അലിവോൽ ഖാൻ. ഓക്കെ. ആരാണ് ടോംബ് ഓഫ് ഷേർഷാ സുരിയുടെ ടോംബിന്റെ ആർക്കിടെക്റ്റ്? ആരാണ്? മുഹമ്മദ് അലിവോൽ ഖാൻ. ഓക്കെ. ഷേർഷാ സുരിയുടെ ടോംബിന്റെ ആർക്കിടെക്റ്റ് ആരാണ്? മുഹമ്മദ് അലിവോൽ ഖാൻ. ഓക്കെ.
ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സസാരാം, ബീഹാറിലാണ്, സസാരാമിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ആസിഡ് റിയാക്ട്സ് വിത്ത് ബേസ് ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ, ആ ഒരു പ്രോസസ് ഈസ് കോൾഡ് ആസ് ന്യൂട്രലൈസേഷൻ. ആ റിയാക്ഷനെയാണ് എന്ത് പറയുന്നത്? ന്യൂട്രലൈസേഷൻ ആണ്. ഓക്കെ, ഏതാണ്? ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്നത് ഈസ് കോൾഡ് ആസ് ന്യൂട്രലൈസേഷൻ. ആൻഡ് അതിൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? സാൾട്ടും വാട്ടറുമാണ്. ഇറ്റ്സ് പ്രോഡക്ട്സ് ആർ സാൾട്ട് ആൻഡ് വാട്ടർ. അപ്പോൾ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? സാൾട്ട് ആൻഡ് വാട്ടർ. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്ട്സ് ആർ സാൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ ഹോൾഡ് ആൻഡ് നീ ഹോൾഡ് ആർ ദ ഡിഫെൻസീവ് ടെക്നിക്സ് ഓഫ് വിച്ച് സ്പോർട്ട്. ഏത് സ്പോർട്ടിൻ്റെ ഡിഫെൻസീവ് ടെക്നിക്സ് ആണ് ആംഗിൾ ഹോൾഡും നീ ഹോൾഡും? ദീസ് ആർ ദ ഡിഫെൻസീവ് ടെക്നിക്സ് ഓഫ് കബഡി സ്പോർട്ടിൻ്റെ ഡിഫെൻസീവ് ടെക്നിക്സ് ആണ് ഏതൊക്കെ? ആംഗിൾ ഹോൾഡ് ആൻഡ് നീ ഹോൾഡ്. ആംഗിൾ ഹോൾഡും നീ ഹോൾഡും കബഡി സ്പോർട്ടിൻ്റെ ഡിഫെൻസീവ് ടെക്നിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൈറ്റ് ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മേജർ ഫെസ്റ്റിവൽ. കൈറ്റ് ഫെസ്റ്റിവൽ ഏത് മേജർ ഫെസ്റ്റിവലായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ കൈറ്റ് ഫെസ്റ്റിവൽ പ്രൈമർലി സെലിബ്രേറ്റ് ചെയ്യുന്നത് രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ്. ഓക്കെ, കൈറ്റ് ഫെസ്റ്റിവൽ പ്രൈമറി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ്. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് മകര സംക്രാന്തി ഫെസ്റ്റിവൽ. ഏത് ഫെസ്റ്റിവലാണ്? മകര സംക്രാന്തി ഓർ ഉത്തരായൺ. മകര സംക്രാന്തി ഓർ ഉത്തരായൺ എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ, ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ഈ മകര സംക്രാന്തി. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് എന്ത്? കൈറ്റ് ഫെസ്റ്റിവൽ. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് എന്ത്? കൈറ്റ് ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് മ്യൂസീഷ്യൻ ടു റിസീവ് ഭാരത് രത്ന ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഓക്കെ, MS സുബ്ബലക്ഷ്മിയാണ്. അതും 1998 ഈ ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി റിസീവ് ചെയ്യുന്നത്. ഭാരത് രത്ന ഫസ്റ്റ് മ്യൂസീഷ്യൻ ആണ് സുബ്ബലക്ഷ്മി. 1998 ആണ്. ഷീ ഈസ് എ ഫേമസ് കർണാട്ടിക് സിംഗർ. ഓക്കെ, കർണാട്ടിക് സിംഗർ ആണ് ആര്? MS സുബ്ബലക്ഷ്മി. ആൻഡ് ദ ഫസ്റ്റ് മ്യൂസീഷ്യൻ ടു റിസീവ് ഭാരത് രത്ന ഇൻ 1998. ഏത് ഇയർ ആണ്? 1998. ഏത് ഇയർ ആണ്? 1998. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അപ്രോക്സിമേറ്റ് ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫ്രം എർത്ത് സർഫസ്. ഈ ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് ഇതിപ്പോൾ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ഷിഫ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ ഈ ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിലെല്ലാം ഞാൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫാക്ട്സുകൾ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷിഫ്റ്റിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അപ്രോക്സിമേറ്റ് ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫ്രം എർത്തിൻ്റെ സർഫസുമായിട്ടുള്ള അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 400 കിലോമീറ്റേഴ്സ്. അപ്രോക്സിമേറ്റ്ലി എത്രയാണ് വരുന്നത്? 400 കിലോമീറ്റേഴ്സ് ആണ്. ഫാമിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് സെക്ടർ ഓഫ് ദി എക്കോണമി. ഏത് സെക്ടറാണ്? എക്കോണമിയുടെ ഏത് സെക്ടറിലാണ് ഫാമിംഗ് വരുന്നത്? നമുക്കറിയാം പ്രൈമറി സെക്ടറിലാണ്. ഫാമിംഗ് എന്താ ഫോറസ്ട്രി, മൈനിങ്, ക്വാറിങ്, അഗ്രികൾച്ചർ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? പ്രൈമറി സെക്ടറാണ്. ഇത് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യനും നമുക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 3-ാമത്തെയോ 4-ാമത്തെയോ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണിത്. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്ത് പോവുക. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഫാമിംഗ് ഏതിലാണ്? പ്രൈമറി സെക്ടറാണ്. നമുക്ക് 3 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ഓർ ദ സർവീസ് സെക്ടറാണ്. ടെർഷറി ഓർ സർവീസ് സെക്ടറാണ്. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓതർ ഓഫ് ദി ബുക്ക് ദ ഡേ ഐ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് മിൽക്ക് എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? സുധാമൂർത്തിയാണ്. ആരാണ്? സുധാമൂർത്തിയാണ്. ആൻഡ് ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ 2012. ബുക്ക് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 2012 ആണ്. ഏതാണ് ബുക്ക്? ദ ഡേ ഐ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് മിൽക്ക് ബൈ സുധാമൂർത്തി, പബ്ലിഷ്ഡ് ഇൻ 2012. അതുപോലെ തന്നെ ദ ഓതർ ഓഫ് ദ ബുക്ക് ശക്തി ദ ഡിവൈൻ ഫെമിനൈൻ. ശക്തി ദ ഡിവൈൻ ഫെമിനൈൻ ആരുടെയാണ്? അനൂജ ചന്ദ്രമൗലിയുടെ ബുക്കാണ് ഏത്? ശക്തി ദ ഡിവൈൻ ഫെമിനൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ മാൻഡലീസ് പീരിയോഡിക് ടേബിൾ ഹി കുഡ് നോട്ട് അസൈൻ എ കറക്റ്റ് പൊസിഷൻ ടു വിച്ച് എലമെന്റ്. ഏത് എലമെന്റിനാണ് മാൻഡലീവിന് തന്റെ പീരിയോഡിക് ടേബിളിൽ കറക്റ്റ് ആയിട്ടൊരു പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്? അത് ഏത് എലമെന്റിനായിരുന്നു? ഹൈഡ്രജനായിരുന്നു കേട്ടോ. അത് ഏത് എലമെന്റിനായിരുന്നു? ഹൈഡ്രജനാണ് മാൻഡലീവ്സിന് തന്റെ പീരിയോഡിക് ടേബിളിൽ ഒരു കറക്റ്റ് പൊസിഷൻ അസൈൻ ചെയ്യാൻ പറ്റാതിരുന്ന എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ,
Okay, so the next question എന്ന് പറയുന്നത് okay, so that's the next and the last question ആണ്. The FireSat satellite was developed by Google in collaboration with whom? The FireSat satellite was developed by Google in collaboration. ഏതാണ് FireSat satellite ഗൂഗിൾ ഡെവലപ്പ് ചെയ്തത്? ഇറ്റ്സ് ഫോർ എന്തിനായിരുന്നു ഡെവലപ്പ് ചെയ്തത്? ടു ഡിറ്റക്ട് ആൻഡ് ട്രാക്ക് വൈൽഡ് ഫയേഴ്സ് യൂസിങ് AI. എന്തിനാണ്? ടു ഡിറ്റക്ട് ആൻഡ് ട്രാക്ക് വൈൽഡ് ഫയേഴ്സ്. ടു ഡിറ്റക്ട് ആൻഡ് ട്രാക്ക് വൈൽഡ് ഫയേഴ്സ് യൂസിങ് AI ആണ്. അത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തത് ഇൻ കൊളാബറേഷൻ വിത്ത് ഹൂമാണ്? ആരുമായിട്ടാണ്? എർത്ത് ഫയർ അലയൻസ് ആൻഡ് മൂവ് ഓൺ സ്പേസ്. ഏതൊക്കെയാണ്? എർത്ത് ഫയർ അലയൻസ് ആൻഡ് മൂവ് ഓൺ സ്പേസിൻ്റെ കൊളാബറേഷനോട് കൂടിയാണ് ഗൂഗിൾ FireSat സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. And it was launched by SpaceX. It was launched by SpaceX in March 2025. March 2025 SpaceX ആണ് ഏത് the FireSat സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. It was developed by Google in collaboration with Earth Fire Alliance and Move on Space. Google in collaboration with Earth Fire Alliance and Move on Space. Okay, and it's used to detect and track wildfires. It's used to detect and track wildfires using AI. Okay, അല്ലേ എന്ന് പറയുന്നത് how many players are on the field in each team in handball? ഹാൻഡ്ബോളിൽ ഈച്ച് ടീം, ഓരോ ടീമിലും എത്ര പ്ലെയേഴ്സ് ആണ് ഫീൽഡിൽ ഉണ്ടാവുന്നത്? ഇറ്റ്സ് ആക്ച്വലി 6 ഫീൽഡ് പ്ലെയേഴ്സ് പ്ലസ് 1 ഗോൾ കീപ്പർ. ടോട്ടൽ നമുക്ക് 7 പ്ലെയേഴ്സ് ഉണ്ടാവും കോർട്ടിൽ. അതിൽ 6 പേരെന്താണ് ഫീൽഡ് പ്ലെയേഴ്സും ഒരു ഗോൾ കീപ്പറും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമുക്ക് കോർട്ടിൽ 7 പേരാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഈച്ച് ടീമിന് 14 പ്ലെയേഴ്സ് വരെ ആവാം, അപ് ടു 14 പ്ലെയേഴ്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അപ് ടു 14 പ്ലെയേഴ്സ്. നമുക്കതങ്ങനെ ആക്ച്വലി ചോദിക്കാറില്ല. നമുക്ക് കോർട്ടിൽ എത്ര അല്ലെങ്കിൽ ഫീൽഡിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ടാവുക എന്നാണ് ചോദിക്കാറ്. അപ്പോൾ കോർട്ടിൽ ടോട്ടൽ എത്ര പേരാണ്? 7 പ്ലെയേഴ്സാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ടോട്ടൽ എത്ര പേരാണ്? 7 പ്ലെയേഴ്സും അതിൽ 6 പ്ലെയേഴ്സ് ഫീൽഡും ഒരാൾ ഗോൾ കീപ്പറുമാണ്. തന്നെ നമുക്ക് ബാസ്കറ്റ് ബോളിൽ നമുക്ക് എത്ര പ്ലെയേഴ്സാണ് ഉണ്ടാകുന്നത്? നമുക്ക് 5 പ്ലെയേഴ്സാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ബാസ്കറ്റ് ബോളിൽ നമുക്ക് കോർട്ടിൽ 5 പ്ലെയേഴ്സാണ് ഉണ്ടാകുന്നത്. വോളിബോളിലാണെങ്കിലോ 6 പ്ലെയേഴ്സ്, വോളിബോളിൽ 6 പ്ലെയേഴ്സ് ആൻഡ് ബേസ്ബോളിൽ 9 പ്ലെയേഴ്സ്. അപ്പോൾ ബേസ്ബോളിൽ എത്ര പേരാണ്? 9 പ്ലെയേഴ്സ്, വോളിബോളിൽ 6 പ്ലെയേഴ്സ്, ബാസ്കറ്റ് ബോളിലാകുമ്പോൾ 5 പ്ലെയേഴ്സ് ആൻഡ് ഹാൻഡ് ബോളിലാകുമ്പോൾ 7 പ്ലെയേഴ്സാണ് നമുക്ക് ടോട്ടലി കോർട്ടിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ഇതിന് മൂന്നിനും നമുക്ക് 11 പ്ലെയേഴ്സാണ്. ഓക്കെ, ഈച്ച് ടീമിൽ നമുക്ക് എത്ര പേരാണ് വരുന്നത്? 11 പ്ലെയേഴ്സ്. ഇത് ഏതിലൊക്കെയാണ് വരുന്നത്? ക്രിക്കറ്റിന്, ഫുട്ബോളിന്, ഹോക്കി ഇതിന് മൂന്നിനും നമുക്ക് 11 പ്ലെയേഴ്സാണ് ഈച്ച് ടീമിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ പോളോ നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വാട്ടർ പോളോയിൽ നമുക്ക് 7 പ്ലെയേഴ്സാണ്. അതും നമുക്ക് 6 ഫീൽഡ് പ്ലെയേഴ്സും ഒരാൾ ഗോൾ കീപ്പറുമാണ്. വാട്ടർ പോളോയിൽ നമുക്ക് എത്ര പേരാണ്? 7 പ്ലെയേഴ്സാണ്. അതിൽ നമുക്ക് 6 ഫീൽഡ് പ്ലെയേഴ്സും 1 ഗോൾ കീപ്പറുമാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെർ ഈസ് ഇന്റർനാഷണൽ മാംഗോ അല്ലോട്ടോ, മാംഗോ ആണ്. വെർ ഈസ് ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് എന്നാണ്. ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ഡൽഹി, ന്യൂഡൽഹിയിലാണ് എന്ത് ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ന്യൂഡൽഹിയിലാണ്. ആൻഡ് അത് യൂഷ്വലി ജൂൺ ജൂലൈ അവിടുത്തെ സമ്മർ ടൈമിലാണ്, ജൂലൈ മന്ത്സിലാണ് മിക്കവാറും. ജൂലൈ മന്തിലാണ് ന്യൂഡൽഹിയിൽ ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ ഡൽഹി ടൂറിസം. ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. ഡൽഹി ടൂറിസമാണ് ഓർഗനൈസ് ചെയ്തിരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് ഇൻ 1987 സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴാണ്? 1987. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൂക്കി ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൻ്റെ ഫോക്ക് ഡാൻസ് ആണ് കൂക്കി? കൂക്കി ഈസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? നാഗാലാൻഡിൻ്റെ ആണ്. കൂക്കി എവിടത്തെയാണ്? നാഗാലാൻഡിൻ്റെ ആണ്. അതുപോലെ തന്നെ ചങ് സിലിയാങ്, റെങ്മ ഇതൊക്കെ എവിടത്തെയാണ്? നാഗാലാൻഡിൻ്റെ ആണ്. ചങ് സിലിയാങ്, റെങ്മ ഇതൊക്കെ എവിടത്തെയാണ്? നാഗാലാൻഡിൻ്റെ ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ കൂക്കി, ചങ്, സിലിയാങ്, റെങ്മ ഒക്കെ നാഗാലാൻഡ് സ്റ്റേറ്റിൻ്റെ ഫോക്ക് ഡാൻസുകളാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2006 വിന്റർ ഒളിമ്പിക്സ് വാസ് ഹെൽഡ്. 2006 വിന്റർ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? ഇറ്റലിയിലെ ട്യൂറിനിലായിരുന്നു 2006 വിന്റർ ഒളിമ്പിക്സ് നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2026 വിന്റർ ഒളിമ്പിക്സ് വരുന്നത് അതും എവിടെയാണ്? ഇറ്റലിയിൽ തന്നെയാണ്. ഓക്കെ, 2026 വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ്? ഇറ്റലിയിലാണ്. അതുപോലെ 2006 നടന്നതും ഇറ്റലിയിലാണ്. അന്ന് ഇറ്റലിയിലെ ട്യൂറിനിലാണ്. ഇന്ന് നമുക്ക് 2 സ്പോർട്സ് ഉണ്ട്, മിലാൻ ആൻഡ് കൊർട്ടീന അങ്ങനെ 2 സ്പോർട്സിലാണ് നമുക്ക് ഇത്തവണത്തെ വിന്റർ ഒളിമ്പിക്സ് 2026 നടക്കുന്നത്. ദെർഫോർ ഇറ്റ്സ് ഒഫീഷ്യലി നോൺ ആസ് മിലാനോ കൊർട്ടീന 2026. ഇപ്പോൾ മിലാനോ കൊർട്ടീന 2026 എന്ന് പറയുന്നതും
വിന്റർ ഒളിമ്പിക്സ് ഓഫ് 2026 ആണ്. ആൻഡ് അത് എവിടെയാണ് ഹെൽഡ് ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ ഇറ്റലി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് റൗലത്ത് ആക്ട് ആണ്. ആക്ച്വലി ഇത് ഇങ്ങനെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ, ബട്ട് സ്റ്റിൽ നമുക്കത് കാര്യം കിട്ടും അതിൽ. ഓക്കെ, സോ ദ വാട്ട് ഈസ് റൗലത്ത് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൗലത്ത് ആക്ട് ഒരു റിപ്രസീവ് ലോ ആയിരുന്നു വിച്ച് അലൗഡ് ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ. ഓക്കെ, ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ ഇല്ലാതെ ആയിരുന്നു അന്ന് ഡിറ്റൻഷൻ ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിരുന്നു ഫോർ 2 years. അതും ഡിറ്റൻഷൻ ഫോർ 2 years ആണെങ്കിൽ നമുക്ക് ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷൻ ചെയ്യാൻ പറ്റും. അതായിരുന്നു നമുക്ക് റൗലത്ത് ആക്ട് ആണ്, റൗലത്ത് ആക്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിച്ചിരുന്നത് എന്താണ്? ബ്ലാക്ക് ലോ എന്നാണ്. ഓക്കെ, ബ്ലാക്ക് ലോ എന്നാണ് നമുക്ക് റൗലത്ത് ആക്ടിനെ വിളിച്ചിരുന്നത്. ബിക്കോസ് എന്താ 2 years വരെ ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷനുള്ള അപ്രൂവൽ, അതായത് ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷൻ ചെയ്യാമെന്ന് അപ്രൂവ് ചെയ്തൊരു ആക്ട് ആയിരുന്നു ഇത്, റൗലത്ത് ആക്ട്. ആൻഡ് ഇറ്റ് വാസ് എനാക്റ്റഡ് ഇൻ 1990. നമുക്ക് ഈ 1990 നമുക്ക് റിലേറ്റ് ചെയ്തും അതുപോലെ തന്നെ റൗലത്ത് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു കാര്യവും കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടും നേരത്തെ വീഡിയോസ്, അതായത് നേരത്തെ ക്വസ്റ്റ്യൻസിൽ, ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിൽ അതുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഈ റൗലത്ത് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ജാലിയൻ വാല ബാഗിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൗലത്ത് ആക്ടിന് എഗൻസ്റ്റ് ആയിട്ട് എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യായിരുന്നു ഇവിടെ ജാലിയൻ വാല ബാഗിൽ. ആ സമയത്താണ് നമുക്ക് 13th April 1919, ഓർമ്മയുണ്ടല്ലോ, 13th April എന്നാണ്, 13th April 1919, 13th April 1919 ജാലിയൻ വാല ബാഗ് മസാക്കർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് നോൺ ആസ് ഷഹീദ് ഇ അസാമി. ഹൂ ഈസ് നോൺ ആസ് ഷഹീദ് ഇ അസാം. ഓക്കെ, ഷഹീദ് ഇ അസാം എന്നറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗ് ആണ്. ഓക്കെ, ഭഗത് സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഷഹീദ് ദിവസ് എന്നാണ് 23rd March ആണ്. ഭഗത് സിംഗിനെ എക്സിക്യൂട്ട് ചെയ്ത ഡേ ആണ് 23rd March of 1931. 23rd March of 1931 ഭഗത് സിംഗിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷഹീദ് ദിവസായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് 23rd March ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഫൗണ്ടഡ് ദ കൻവ ഡൈനാസ്റ്റി. ഹൂ ഫൗണ്ടഡ് ദ കൻവ ഡൈനാസ്റ്റി ആണ്. കൻവ ഡൈനാസ്റ്റി ആരാണ്? വാസുദേവ കൻവ. വാസുദേവ കൻവയാണ് കൻവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. ആരാണ്? വാസുദേവ കൻവയാണ്. ആൻഡ് ഈ വാസുദേവ കൻവ സക്സീഡ് ചെയ്ത ഏത് ഡൈനാസ്റ്റിയാണ്? ശുംഗ ഡൈനാസ്റ്റി. ശുംഗ ഡൈനാസ്റ്റി സക്സീഡ് ചെയ്ത് വന്നതാണ് ഏത്? കൻവ ഡൈനാസ്റ്റി. ആൻഡ് കൻവ ഡൈനാസ്റ്റി എപ്പോഴത്തെയാണ് ആരാണ് ഫൗണ്ട് ചെയ്തത്? വാസുദേവ കൻവയാണ്. വാസുദേവ കൻവയാണ് കൻവ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ദ റേസ് ഓഫ് മൈ ലൈഫ്. ദ റേസ് ഓഫ് മൈ ലൈഫ് ഏത് അത്ലീറ്റിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്? മിൽഖ സിംഗിൻ്റെ ആണ്. ഇന്ത്യൻ സ്പ്രിന്റർ എന്നറിയപ്പെടുന്ന മിൽഖ സിംഗിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെയും അവരുടെ ഓട്ടോബയോഗ്രഫീസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കപിൽ ദേവിൻ്റെ ആണ്. കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഇത്, സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട്. സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട് ആരുടെയാണ്? കപിൽ ദേവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. ദെൻ സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫി ഏതാണ്? എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്. എയ്സ് എഗൻസ്റ്റ് ഓഡ്സ് ആരുടെയാണ്? എയ്സ് എഗൻസ്റ്റ് ഓഡ്സ് സാനിയ മിർസയുടെയാണ്. ഓക്കെ, സാനിയ മിർസയുടെയാണ് എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്. ദെൻ വിശ്വനാഥൻ ആനന്ദിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈൻഡ് മാസ്റ്റർ വിന്നിങ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ്. ഓക്കെ, അപ്പോൾ മൈൻഡ് മാസ്റ്റർ വിന്നിങ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ് എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ മിൽഖ സിംഗിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? ദ റേസ് ഓഫ് മൈ ലൈഫ്. ദെൻ കപിൽ ദേവിൻ്റെയാണ് സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. സാനിയ മിർസയുടേതാണ് എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്. ആൻഡ് വിശ്വനാഥൻ ആനന്ദിൻ്റെയാണ് മൈൻഡ് മാസ്റ്റർ വിന്നിങ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ്. ഓക്കെ അല്ലേ? സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓട്ടോബയോഗ്രഫീസ് ആണ്. സോ നോക്കി വെച്ചേക്കുക. ഓക്കെ, സോ എനിവേസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്. ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം ചൈൽഡ് സെക്സ് റേഷ്യോ ആണ്. ഓക്കെ, ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ എത്രയാണ്? 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ഓക്കെ, എത്രയാണ്? 919 ഫീമെയിൽസ് ആണ്. ഓക്കെ, 919 ഫീമെയിൽസ്. ഏതാണ്? ചൈൽഡ് സെക്സ് റേഷ്യോ ആണ്. ഇറ്റ്സ് 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. എന്നാൽ നമുക്ക് നോർമൽ നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണ്? സെക്സ് റേഷ്യോ വരുന്നത് 943 ആണ് കേട്ടോ. 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. നമുക്ക് സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ ആസ് പെർ 2011 സെൻസസ് വരുന്നത് 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. എന്നാൽ നമുക്ക് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്.
ഓക്കെ, അപ്പം നമുക്ക് ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. ഓക്കെ, ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് മിസോറാമിലും, അതുപോലെ ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് ഹരിയാനയിലുമാണ്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. ആൻഡ് ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുന്നത് ഹരിയാനയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഹയസ്റ്റ് സെക്സ് റേഷ്യോ വരുന്നത് എവിടെയാണ്? നമുക്കറിയാം കേരളത്തിലാണ്. കേരളമാണ് നമുക്ക് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് എവിടെയാണ്? കേരളമാണ്. അതുപോലെ ലോവസ്റ്റ് സെക്സ് റേഷ്യോ അത് ഹരിയാനയാണ്. ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോയും അതുപോലെ തന്നെ ലോവസ്റ്റ് സെക്സ് റേഷ്യോയും എവിടെ തന്നെയാണ്? ഹരിയാനയിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ വരുമ്പോൾ അത് മിസോറാമും, ഹയസ്റ്റ് സെക്സ് റേഷ്യോ വരുമ്പോൾ അത് കേരളവുമാണ്. ഓക്കെ, അപ്പം നോർമൽ സെക്സ് റേഷ്യോ എത്രയാണ്? 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസും, ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണ്? 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസും. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജസ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു 2011 സെൻസസ്. ഓക്കെ, അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഇന്ത്യയിലെ ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് 640, അതായത് 6,40,930 വില്ലേജസ് ആണ്. എത്രയാണ്? 6,40,930 വില്ലേജസ് ആണ്. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് വില്ലേജസ് ഇൻ ഇന്ത്യ വന്നിരിക്കുന്നത്? 6,40,930 വില്ലേജസ് ആണ്. അതിൽ ഏറ്റവും മോസ്റ്റ് വില്ലേജസ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ആൻഡ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത് ഗോവയിലും, ഏറ്റവും മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജസ് വരുന്നത് ഉത്തർപ്രദേശിലുമാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു എസ്റ്റാബ്ലിഷ്ഡ് ശാന്തി നികേതൻ? ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1901. ഏത് ഇയറിലാണ്? 1901 രവീന്ദ്രനാഥ് ടാഗോർ ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ശാന്തി നികേതൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് ശാന്തി നികേതൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? ഞാൻ ശാന്തി നികേതൻ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഓക്കെ, ശാന്തി നികേതൻ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ 2010. ഓക്കെ, 2010 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ശാന്തി നികേതൻ ഡിക്ലെയർ ചെയ്യുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ട്രിബ്യൂട്ടറി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറി? നമ്മൾ ട്രിബ്യൂട്ടറിയും ഡിസ്ട്രിബ്യൂട്ടറിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ലായിരുന്നു, ബട്ട് ദ കണ്ടന്റ് ഈസ് സെയിം. കണ്ടന്റ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഒരു റിവർ ഒരു വലിയൊരു ലേക്കിലോട്ട് പോയി ചേരുന്ന റിവേഴ്സിനെ ഓർ സ്ട്രീംസിനെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുന്നത്. ഒരു വലിയ റിവറിലോട്ട് പോയി ചേരുന്ന, അതായത് എ റിവർ ഓർ സ്ട്രീം ദാറ്റ് ഫ്ലോസ് ഇൻ ടു എ ലാർജർ റിവർ ഓർ ലേക്ക്. ഒരു വലിയ റിവറിലോട്ട് പോയി ചേരുന്ന ചെറിയ സ്ട്രീംസിനെയാണ് നമ്മൾ ട്രിബ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടറി എന്താണ്? ഈ വലിയ റിവേഴ്സിൽ നിന്നിട്ട് അത് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഓരോ സ്ട്രീമായിട്ട് ഓരോ റിവറായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ചെറിയ സ്ട്രീംസ് വലിയ സ്ട്രീമിലോട്ട് വന്ന് ചേരുന്ന ചെറിയ സ്ട്രീംസിനെ നമ്മൾ ട്രിബ്യൂട്ടറി എന്നും പറയും. എന്നാൽ വലിയൊരു റിവറിൽ നിന്നും ചെറിയ ചെറിയ സ്ട്രീമുകളായിട്ട് പോകുന്നതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറി എന്നും പറയും. The next question is tracheids tissue is found in which part of a plant? പ്ലാന്റിന്റെ ഏത് പാർട്ടിലാണ് ട്രക്കേറ്റ്സ് ടിഷ്യൂ കാണപ്പെടുന്നത്? ട്രക്കേറ്റ്സ് ടിഷ്യൂ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലത്തിലാണ്. ഓക്കെ, ട്രക്കേറ്റ്സ് ടിഷ്യൂ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലത്തിലാണ്. ആൻഡ് സൈലത്തിന്റെ ആക്ടിവിറ്റി ഇറ്റ് ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസും അറ്റ് ദ സെയിം ടൈം ഫ്ലോയം ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ഷുഗേഴ്സ് ആൻഡ് ന്യൂട്രിയൻസ്. ഓക്കെ, സൈലമാണ് വാട്ടർ മിനറൽസ്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലമാണോ ഫ്ലോയമാണോ എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് സൈലം. ഓക്കെ, സൈലമാണ് വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ന്യൂട്രിയൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ബ്ലൂ പ്ലാനറ്റ്? ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏത് പ്ലാനറ്റ് ആണ്? നമുക്കറിയാം, മീൻസ് എർത്ത് ആണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് വൈ ഇസ് ഇറ്റ് കോൾഡ് ആസ് ബ്ലൂ പ്ലാനറ്റ്? നമുക്കറിയാം എർത്തിന്റെ 71% ഓഫ് എർത്തും വാട്ടർ ആണ്. 71% ഓഫ് എർത്തും വാട്ടർ ആണ്. ആൻഡ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ബ്ലൂ. ഏത് പ്രതിഭാസം കാരണമാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിലെ റിഫ്രാക്ഷൻ കാരണമാണ് ഇതിന്റെ കളർ ബ്ലൂ ആയിട്ടാണ് അത് അപ്പിയർ ചെയ്യുന്നത്. സോ നമ്മൾ എർത്തിനെ എന്ത് പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്? ഇറ്റ്സ് കോൾഡ് ആസ് ബ്ലൂ പ്ലാനറ്റ്. ഓക്കെ, ബ്ലൂ പ്ലാനറ്റ് ഏതാണ്? എർത്ത് ആണ്. ഓക്കെ, അപ്പോൾ പ്ലാനറ്റ്സും അതിന്റെ നിക്നെയിംസും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നേരത്തെ വീഡിയോസിൽ ഉണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. Okay, so the next question is
സാമ്പാർ ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് സാമ്പാർ ലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം സാമ്പാർ ലേക്കാണ് ദി ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്ക്. ഏതാണ് ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? ഏതാണ്? ഇറ്റ്സ് സാമ്പാർ ലേക്ക്. ആൻഡ് സാമ്പാർ ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിലാണ് സാമ്പാർ ലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്ക്. ഓക്കെ, ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ് ഇത് സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേക്സ് അല്ല, ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ഏതാണ്? ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ വരുന്നത് നമ്മുടെ വേമ്പനാട് കായലാണ്. നമ്മുടെ കേരളത്തിലെ വേമ്പനാട് ലേക്കാണ് നമ്മുടെ ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ വരുന്നത്. പക്ഷെ നമുക്ക് മറ്റേതെന്താണ്? ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ്. ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ്. ഓക്കെ, ലാർജസ്റ്റ് ഇൻലാൻഡ് സാൾട്ട് വാട്ടർ ലേക്കാണ് നമുക്ക് സാമ്പാർ ലേക്ക് വരുന്നത്. എന്നാൽ നമുക്ക് ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ഏതാണ്? വേമ്പനാട് ലേക്കാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഞാൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുവാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ഏതാണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്? ഇറ്റ്സ് വുളാർ ലേക്ക്. ഓക്കെ, ഇറ്റ്സ് നോട്ട് വുളാക്, ഇറ്റ്സ് വുളാർ ലേക്ക്. ഓക്കെ, വുളാർ ലേക്കാണ്. വുളാർ ലേക്ക് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ വുളാർ ലേക്കാണ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറയുന്നത് വുളാർ ലേക്ക് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അതുപോലെ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ. ദ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ എന്താണ് പറയുന്നത്? ചിലിക്ക ലേക്കാണ്. ചിലിക്ക ലേക്ക് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിൽ ചിലിക്ക ലേക്ക്. അത് നമുക്ക് മിക്കവാറും ചോദിക്കാറുണ്ട്. ചിലിക്ക ലേക്കിൻ്റെ സ്റ്റേറ്റ് ഇറ്റ്സ് ഇൻ ഒഡീഷ. അപ്പോൾ ഒഡീഷയിലെ ചിലിക്ക ലേക്ക് ആണ് ദ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക്. ഓക്കെ, ബ്രാക്കിഷ് വാട്ടർ ലേക്ക്, ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് വരുന്നത് ഏതാണ്? ഇറ്റ്സ് ചിലിക്ക ലേക്ക്. ദെൻ ദ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട് കേട്ടോ. ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്. ഓക്കെ, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്. ആൻഡ് ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശിലെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാണ്? അപ്പോൾ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ് ഇൻ ഉത്തർപ്രദേശ്. Who is the author of the book An Equal Music? An Equal Music എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ഇറ്റ്സ് വിക്രം സേത്ത്. ആരാണ്? വിക്രം സേത്ത് ആണ്. An Equal Music എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? വിക്രം സേത്ത് ആണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1999 പബ്ലിഷ് ചെയ്ത ആൻ ഈക്വൽ മ്യൂസിക് എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ഇറ്റ്സ് വിക്രം സേത്ത് ആണ്. ആൻഡ് വിക്രം സേത്തിന്റെ കുറച്ച് നോട്ടബിൾ വർക്ക്സ് കൂടി നമുക്ക് നോക്കാം. എ സ്യൂട്ടബിൾ ബോയ്. എന്താണ്? എ സ്യൂട്ടബിൾ ബോയ്, ദി ഗോൾഡൻ ഗേറ്റ്, ടു ലൈഫ്സ്. ഇതൊക്കെ വിക്രം സേത്തിന്റെ നോട്ടബിൾ വർക്ക്സ് ആണ്. ഏതൊക്കെയാണ്? എ സ്യൂട്ടബിൾ ബോയ്, ദി ഗോൾഡൻ ഗേറ്റ്, ടു ലൈഫ്സ്. ഓക്കെ, എ സ്യൂട്ടബിൾ ബോയ് നമുക്ക് ആരുടെയാണ്? എ സ്യൂട്ടബിൾ ബോയ് വിക്രം സേത്തിന്റെ ആണ്. പക്ഷെ ആൻ അൺസ്യൂട്ടബിൾ ബോയ് വരുന്നത് ആരുടെയാണ്? അത് കരൺ ജോഹറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, കരൺ ജോഹറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ആൻ അൺസ്യൂട്ടബിൾ ബോയ് വരുന്നത്. എ സ്യൂട്ടബിൾ ബോയ് വരുന്നത് ആരുടെയാണ്? വിക്രം സേത്തിന്റെ ബുക്കാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഡൈനാസ്റ്റി റൂൾഡ് ഓവർ വൈശാലി, ദ ക്യാപിറ്റൽ ഓഫ് വജ്ജി മഹാജനപദ? വജ്ജി മഹാജനപദയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള വൈശാലിയെ റൂൾ ചെയ്തിരുന്നത് ഏത് ഡൈനാസ്റ്റിയാണ്? ഇറ്റ്സ് ലിച്ചാവി ഡൈനാസ്റ്റി ഓർ ലിച്ചാവി ക്ലാൻ. ഏതാണ്? ലിച്ചാവി ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ലിച്ചാവി ഡൈനാസ്റ്റിയാണ്. ആൻഡ് ഈ വൈശാലി ഓർ കുശിനഗർ എന്ന് പറയുന്ന ഈ പ്ലേസിലാണ് നമ്മുടെ ബുദ്ധയുടെ ലാസ്റ്റ് സെർമൺ നടന്നത്. ബുദ്ധയുടെ ലാസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് വേർഡ്സ് പറയുന്ന എവിടെ വെച്ചാണ്? അത് ഈ കുശിനഗറിലാണ്. ഓക്കെ, കുശിനഗറിലാണ്. കുശിനഗർ ഈസ് ഓൾസോ നോൺ ആസ് വൈശാലി. വൈശാലി തന്നെയാണ് കുശിനഗർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ബുദ്ധയുടെ മരണവും സംഭവിക്കുന്നത്. അവിടെ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ബുദ്ധയുടെ ലാസ്റ്റ് സെർമൺ നടന്ന പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ ഇറ്റ്സ് കുശിനഗർ ഓർ വൈശാലി. ആൻഡ് അവിടെ ഏത് ഡൈനാസ്റ്റിയാണ് റൂൾ ചെയ്തിരുന്നത്? ഇറ്റ് വാസ് ലിച്ചാവി ഡൈനാസ്റ്റി. ഏത് ഡൈനാസ്റ്റിയാണ്? ലിച്ചാവി ഡൈനാസ്റ്റി. ഓക്കെ, ആൻഡ് നമുക്ക് എത്ര മഹാജനപദാസ് ഉണ്ട്? നമുക്ക് 16 മഹാജനപദാസ് ആയിരുന്നു നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിൽ. നമുക്ക് ടോട്ടൽ 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ ഏറ്റവും പവർഫുൾ ഏതായിരുന്നു? ദി മോസ്റ്റ് പവർഫുൾ എമംഗ് ദം എന്ന് പറയുന്നത് മഗധ ഡൈനാസ്റ്റി. ഓക്കെ, ഏതായിരുന്നു? മഗധ ഡൈനാസ്റ്റി ആയിരുന്നു 16 മഹാജനപദാസിലും ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളത് ഏതായിരുന്നു? മഗധ ഡൈനാസ്റ്റി ആയിരുന്നു. Question is, who states that gravity is not limited to the apple but to the every object with mass in the universe attracts every other object? ഇത് പറഞ്ഞത് ആരാണ്? ഗ്രാവിറ്റിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇറ്റ്സ് സർ ഐസക് ന്യൂട്ടൺ. നമുക്കറിയാം ഐസക് ന്യൂട്ടൺ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത് ആരാണ്?
സർ ഐസക് ന്യൂട്ടൺ ആണ്. ആൻഡ് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ് ഗ്രാവിറ്റി ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദി ആപ്പിൾ. അതെന്തുകൊണ്ടാണ് നമുക്കതറിയാം, ടെക്സ്റ്റ് അറിയാം. നമുക്ക് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ഡയലോഗ് പറയുന്നത്. എന്താണത്? ഗ്രാവിറ്റി ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദി ആപ്പിൾ but to the every object with mass in the universe attracts every other object. Okay, so the next question എന്ന് പറയുന്നത് who is the author of the book The Fisher Queen's Dynasty? The Fisher Queen's Dynasty എന്ന ബുക്കിന്റെ ഓഥർ ആരാണ്? ഇറ്റ്സ് കവിത കാനെ. ആരാണ്? ഇറ്റ്സ് കവിത കാനെ. ഓക്കെ, The Fisher Queen's Dynasty എന്ന ബുക്കിന്റെ ഓഥർ ആരാണ്? ഇറ്റ്സ് കവിത കാനെയാണ്. ആൻഡ് ഈ ബുക്കിൽ ഡെപിക്റ്റ് ചെയ്യുന്നത് മഹാഭാരതത്തിലെ സത്യാവതി എന്ന ക്യാരക്ടറിനെയാണ്. ദ ഫിഷർ ക്യൂൻസ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ബുക്കിൽ ഡെപിക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? മഹാഭാരതത്തിലെ സത്യാവതി എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസസ് ഹൗ മെനി ലാംഗ്വേജസ് ആസ് ക്ലാസിക്കൽ ലാംഗ്വേജസ്? ഓക്കെ, അപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് 11 ലാംഗ്വേജസ് ആണ് വരുന്നത്. ഓക്കെ, 11 ലാംഗ്വേജസ് ആണ് വരുന്നത്. അൺടിൽ 2024 നമുക്ക് 6 ലാംഗ്വേജസ് ആയിരുന്നു. അപ്പം നമുക്ക് 5 പുതിയ ലാംഗ്വേജസ് കൂടി നമുക്ക് 2024 നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് എത്രയെണ്ണമാണ് വരുന്നത്? 11 ആണ്. ഓക്കെ, എത്രയെണ്ണമാണ് നമുക്ക് ടോട്ടൽ ക്ലാസിക്കൽ ലാംഗ്വേജ് ഇപ്പോൾ വരുന്നത്? ഇറ്റ്സ് 11. ആൻഡ് ദീസ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്കു, മലയാളം ആൻഡ് ഒഡിയ. ഇത് 6 നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഏതൊക്കെയാണ്? തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്കു, മലയാളം ആൻഡ് ഒഡിയ. ഇതിൽ തമിഴിനാണ് നമുക്ക് ഫസ്റ്റ് 2004 ഐ ഗസ് 2004 എന്തുവാണ് തമിഴിന് നമുക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് റെക്കഗ്നൈസേഷൻ കിട്ടുന്നത്. ഫസ്റ്റ് കിട്ടുന്നത് തമിഴിലാണ്. ആൻഡ് ദെൻ ഈ ഒരു 6 എണ്ണത്തിന് നമുക്ക് ഓൾറെഡി ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നതാണ്. ആൻഡ് ഇൻ 2024 ഏതൊക്കെ ലാംഗ്വേജസ്? മറാത്തി, പ്രകൃതി, പാലി, ആസാമീസ് ആൻഡ് ബംഗാളി. ഈ 5 ലാംഗ്വേജുകളും 2024 നമുക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് റെക്കഗ്നേഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് എത്രയുണ്ട്? 11 ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു ശ്രീനിവാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ടാണ് യു ശ്രീനിവാസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് മണ്ടോളിൻ. ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്? ഇറ്റ്സ് മണ്ടോളിൻ. ഓക്കെ, ആൻഡ് ഹീ ഈസ് നോൺ ആസ് എ മണ്ടോളിൻ ചക്രവർത്തി. മണ്ടോളിൻ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? യു ശ്രീനിവാസ് ആണ് മണ്ടോളിൻ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. ആൻഡ് ഹി റിസീവ്ഡ് പത്മശ്രീ ഇൻ 1998. ഓക്കെ, 1998 പുള്ളിക്കാരന് പത്മശ്രീ കിട്ടുന്നത്. ഏത് ഇയറിലാണ്? 1998. സോ കിഷോർ ദേശായിയും ഒരു മണ്ടോലിൻ പ്ലെയർ ആണ്. ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ മണ്ടോലിൻ മാൻ ഓഫ് ബോളിവുഡ്. ആരാണ് മണ്ടോലിൻ ചക്രവർത്തി? മണ്ടോലിൻ ചക്രവർത്തി ആരാണ്? യു ശ്രീനിവാസനാണ്. എന്നാൽ മണ്ടോലിൻ മാൻ ഓഫ് ബോളിവുഡ് എന്നറിയപ്പെടുന്ന ആരാണ്? കിഷോർ ദേശായി ആണ്. മണ്ടോലിൻ മാൻ ഓഫ് ബോളിവുഡ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? കിഷോർ ദേശായി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് യു ശ്രീനിവാസന് പത്മശ്രീ കിട്ടുന്നത്. ഏത് ഇയറിലാണ്? 1998. മണ്ടോലിൻ എന്ന് പറയുന്നത് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, മണ്ടോലിൻ എന്ന് പറയുന്നത് എന്താണ്? മണ്ടോലിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വീഡിയോസിൽ പഠിച്ചു. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സിന് നമ്മൾ എന്താ പറയുക? ഇറ്റ്സ് തന്തുവാദ്യ. ഓക്കെ, തന്തുവാദ്യ എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പം മണ്ടോളിൻ ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉസ്താദ് സക്കീർ ഹുസൈൻ. ഓക്കെ, സക്കീർ ഹുസൈൻ ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നാണ്? സക്കീർ ഹുസൈൻ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്? തബലയാണ്. ഓക്കെ, തബലയാണ്. സക്കീർ ഹുസൈൻ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്? തബലയായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള തബല ആർട്ടിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ്? അല്ലാറക്ക, അതും ഉസ്താദ് അല്ലാറക്കയാണ്. ഓക്കെ, ഉസ്താദ് അല്ലാറക്ക. സബ്രീസ് ഖാൻ, ഉസ്താദ് അല്ലാറക്ക. ഉസ്താദ് സക്കീർ ഹുസൈൻ, ഉസ്താദ് അല്ലാറക്കയൊക്കെ ആരാണ്? തബല പ്ലേയേഴ്സ് ആണ്. ഓക്കെ, ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്? തബലയാണ്. ഓക്കെ, ആൻഡ് ഇൻ 2023 ഹി റിസീവ്ഡ് പത്മവിഭൂഷൺ. ഓക്കെ, ആർക്കാണ്? നമ്മുടെ സക്കീർ ഹുസൈൻ. ഓക്കെ, ഉസ്താദ് സക്കീർ ഹുസൈന് 2023 നമുക്ക് പത്മവിഭൂഷൺ കിട്ടിയുണ്ടായി. പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ആൻഡ് സെവറൽ ഗ്രമ്മി അവാർഡ്സ് ഓൾസോ. ഓക്കെ, ഗ്രമ്മി അവാർഡ്സും ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ബട്ട് ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഓക്കെ, സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള പത്മവിഭൂഷൺ 2023 പുള്ളിക്കാരന് കിട്ടുന്നത്. ഓക്കെ, ആർക്കാണ്? സക്കീർ ഹുസൈന് പത്മവിഭൂഷൺ കിട്ടുന്ന ഇയർ ഏതാണ്?
2023 ആണ്. ഓക്കെ, പത്മവിഭൂഷൺ ആണ് ഇന്ത്യയുടെ എന്താ പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഓക്കെ, ഫസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ്? ഇറ്റ്സ് ഭാരത് രത്ന. ഭാരത് രത്നയാണ് ഫസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. സെക്കൻഡ് ആണ് ഇത് വരുന്നത് പത്മവിഭൂഷൺ. അപ്പോൾ സക്കീർ ഹുസൈന്, തബല പ്ലെയർ ആയിട്ടുള്ള സക്കീർ ഹുസൈന് 2023 പത്മവിഭൂഷൺ കിട്ടുകയുണ്ടായി. So the next question is, the LPG economic policies were implemented in which year? LPG എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അറിയാലോ LPG എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ ഏതാണ്? ഇൻ 1991. ഇറ്റ്സ് ഇൻ 1991 ആൻഡ് അന്നത്തെ PM പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇറ്റ് വാസ് നരസിംഹറാവു. ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? നരസിംഹറാവു ആയിരുന്നു. ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ഓക്കെ, നരസിംഹറാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്. നടപ്പിലാക്കുമ്പോഴാണ് LPG എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ പോളിസി 1991 നടപ്പിലാക്കുമ്പോഴാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഇയർ ഡിഡ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഫോർമലി സ്റ്റാർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്താണ്? റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. പറയുമ്പോൾ ഇറ്റ്സ് 1927. ഏത് ഇയറിലാണ്? 1927 ഇറ്റ്സ് ഇൻ ജൂലൈ 23rd എന്നാണ്. ജൂലൈ 23rd of 1927. ഓക്കെ, ജൂലൈ 23rd 1927 റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിൽ ഫോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ അത് സ്റ്റാർട്ട് ചെയ്തത് ഏത് കമ്പനിയാണ്? ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. ഓക്കെ, ഫസ്റ്റ് പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്ററുള്ള ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ബോംബെയിലും അതുപോലെ തന്നെ കൽക്കട്ടയിലും ഉണ്ട് കേട്ടോ. ബോംബെ ആൻഡ് കൽക്കട്ടയിലുള്ള ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ ഇൻ 1930 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഏറ്റെടുക്കുകയുണ്ടായി. 1930 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഏറ്റെടുക്കുകയുണ്ടായി. ആൻഡ് ഇൻ 1936 അതെന്താവുന്നത്? ഓൾ ഇന്ത്യ റേഡിയോ ആവുന്നത്. എന്നാണ് 1936 ഓൾ ഇന്ത്യ റേഡിയോ ആവുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1927 1930 ഇന്ത്യ ഗവൺമെൻറ് അതിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ 1936 അത് ഓൾ ഇന്ത്യ റേഡിയോ ആവുന്നത്. ആൻഡ് ഓൾ ഇന്ത്യ റേഡിയോ എന്താണ്? എയർ ആണ് കേട്ടോ. ഓൾ ഇന്ത്യ റേഡിയോ നമുക്കറിയാം എയർ ആണ് ഓൾ ഇന്ത്യ റേഡിയോ. അത് 1936 വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ആക്ച്വലി ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഞാൻ ഹയസ്റ്റ് കൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആസ് പെർ 2011 സെൻസസ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇറ്റ്സ് അരുണാചൽ പ്രദേശ്. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പറ്റി. അപ്പോൾ ഏതാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത്? അരുണാചൽ പ്രദേശാണ്. ഓക്കെ, ആൻഡ് ഹയസ്റ്റ് വരുന്നത് ബീഹാറിലാണ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ആൻഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഖേദ ഡിസ്ട്രിക്റ്റ് സൈറ്റ് ഓഫ് ഖേദ സത്യാഗ്രഹ ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ്? നമുക്കറിയാം ഖേദ സത്യാഗ്രഹ മഹാത്മാഗാന്ധി 1918 അല്ലേ? അതെ 1918 ഖേദ സത്യാഗ്രഹം നടന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ഖേദ ഡിസ്ട്രിക്റ്റിലാണ്. ഖേദ ഡിസ്ട്രിക്റ്റ് ഏത് സ്റ്റേറ്റിലാണ്? അത് ഗുജറാത്തിലാണ്. ഓക്കെ, എവിടെയാണ് ഖേദ ഡിസ്ട്രിക്റ്റ് വരുന്നത്? എവിടെയാണ്? ഗുജറാത്ത് സ്റ്റേറ്റിലാണ്. ആൻഡ് ദിസ് ഖേദ സത്യാഗ്രഹം നടന്ന ഇയർ ഏതാണ്? 1918. ഓക്കെ, ഏത് ഇയറിലാണ്? 1918 ആൻഡ് ഇറ്റ് വാസ് ലെഡ് ബൈ മഹാത്മാഗാന്ധി അലോങ് വിത്ത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ കൂടെ ആരുണ്ടായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇറ്റ് വാസ് ലെഡ് ബൈ മഹാത്മാഗാന്ധി ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ 1918. ഏത് സത്യാഗ്രഹമാണ്? ഖേദ സത്യാഗ്രഹ. എന്തിനെതിരെയായിരുന്നു? നമുക്ക് ഖേദയിലുള്ള പെസൻസ്, അതായത് അവിടെ ഫാമേഴ്സിന് ലാൻഡ് ടാക്സ് കൊടുക്കുന്നതിനെതിരെയായിരുന്നു. ഓക്കെ, ലാൻഡ് ടാക്സ് ഒരു ഫെമൈൻ ഉണ്ടായിട്ട് പോലും നമുക്ക് ലാൻഡ് ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതിനെതിരെ നടത്തിയൊരു സത്യാഗ്രഹമാണ് ഇത് ഖേദ സത്യാഗ്രഹ. ഓക്കെ, 1918 അതിനെതിരെ നടത്തിയൊരു സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ വിച്ച് ഇയർ ഡിഡ് എംപറർ ഹർഷവർദ്ധൻ പാസ് അവേ? ഏത് വർഷത്തിലാണ് ഹർഷവർദ്ധന്റെ മരണം ഉണ്ടാകുന്നത്? ഏത് വർഷത്തിലാണ്? ഇറ്റ് വാസ് ഇൻ 647 AD. ഏത് ഇയറിലാണ്? 647. ഏത് ഇയറിലാണ്? 647. ഓക്കെ, ഏത് ഇയറിലാണ്? 647 AD. ഏത് ഡൈനാസ്റ്റിയുടെ റൂളറാണ് ഹർഷവർദ്ധൻ? ഏത് ഡൈനാസ്റ്റിയുടെ റൂളറാണ്? പുഷ്യഭൂതി ഡൈനാസ്റ്റി. ഏത് ഡൈനാസ്റ്റിയാണ്? പുഷ്യഭൂതി ഡൈനാസ്റ്റി ഓർ ഹർഷ ഡൈനാസ്റ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. പുഷ്യഭൂതി ഡൈനാസ്റ്റി ബിക്കോസ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ
പുഷ്യഭൂതി. ഓക്കെ, പുഷ്യഭൂതി സ്റ്റാർട്ട് ചെയ്ത പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലെ റൂളറാണ് ഹർഷവർദ്ധൻ. ആൻഡ് ഹി വാസ് പാസ്ഡ് അവേ ഇൻ 647 AD. ഏത് ഇയറിലാണ്? 647 AD-യിലായിരുന്നു. ആൻഡ് ഡിഫീറ്റ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ, പുലക്കേഷ്യൻ ടു. ആരാണ് ഡിഫീറ്റ് ചെയ്യുന്നത്? പുലക്കേഷ്യൻ ടു. ചാലുക്യ ഡൈനാസ്റ്റിയിലെ പുലക്കേഷ്യൻ ടു റൂളറാണ് ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് നടക്കുന്ന ഇയർ 618 AD-യിലാണ്. ഏത് ഇയറിലാണ്? 618 AD-യിലാണ്. അത് ഏത് ബാറ്റിലായിരുന്നു? ബാറ്റിൽ ഓഫ് നർമ്മദ. ഓക്കെ, ബാറ്റിൽ ഓഫ് നർമ്മദയിലാണ് ഹർഷവർദ്ധനെ പുലക്കേഷ്യൻ ടു ഡിഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വേർ ഈസ് ജയ്ഗർ ഫോർട്ട് ലൊക്കേറ്റഡ്? ഏത് ഫോർട്ടാണ്? ജയ്ഗർ. എവിടെയാണ് ജയ്ഗർ ഫോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. നമുക്ക് ജയ്ഗർ. ഓക്കെ, നമുക്ക് ജയ്ഗർ. എവിടെയാണ്? ജയ്പൂർ. ഓക്കെ, ജയ്ഗർ എവിടെയാണ്? ജയ്പൂർ. ജയ്പൂർ നമുക്കറിയാം എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പൊ വരുന്നത് ജയ്പൂർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ വിക്ടറി ഫോർട്ട് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ജയ്ഗർ ഫോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? വിക്ടറി ഫോർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേർ വാസ് പ്രാർത്ഥന സമാജ് എസ്റ്റാബ്ലിഷ്ഡ്? പ്രാർത്ഥന സമാജ്. ഓക്കെ, പ്രാർത്ഥന സമാജ് നമുക്കറിയാം ആരുടെയാണ്? ആത്മാറാം പാണ്ഡുരംഗാണ് ഫൗണ്ട് ചെയ്യുന്നത്. ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ് ഫൗണ്ട് ചെയ്യുന്നത്. ഏത്? പ്രാർത്ഥന സമാജ്. ആൻഡ് പ്രാർത്ഥന സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ബോംബെയിലാണ്. എവിടെയാണ്? ബോംബെയിലാണ്. ഇൻ 1867. ഏത് ഇയറിലാണ്? 1867-ലാണ് പ്രാർത്ഥന സമാജ് ബോംബെയിലെ ആത്മാറാം പാണ്ഡുരംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏത് സമാജ്? പ്രാർത്ഥന സമാജ്. ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. ആരാണ്? പ്രാർത്ഥന സമാജ് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ബോംബെയിൽ ഇൻ 1867. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.